പ്രേമാഞ്ജനച്ഛുരിതഭക്തിവിലോചനേന സന്തഃ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശാന്തസുന്ദരമചിന്യഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അയി നന്ദതനൂജകിങ്കരം പതിതം മാം വിഷമേ ഭവാംബുധൗ കൃപയാ തവ പാദപങ്കജസ്ഥിതധൂളീ സദൃശം വിചിന്തയ. ശ്രീകൃഷ്ണ ജയ ജയ, ശ്രീകൃഷ്ണ ജയ ജയ, ശ്രീകൃഷ്ണ ജയ ജയ. ശ്രീ ഗുരുഭ്യോ നമഃ. അഭ്രശ്യാമ പിംഗജടാബദ്ധകലാപ പ്രാംചുർദണ്ഡീ കൃഷ്ണമൃഗത്വപരിധാന സർവാൻ ലോകാൻ കാമഗയാന കവിമുഖ്യ പാരാശര്യോ ഭാഗവതാർത്ഥം വിവൃണോതു. ശ്രീ വേദവ്യാസമഹർഷയേ നമഃ. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ദശമസ്കന്ധം എന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര ലീലകൾ വർണ്ണിക്കുന്നതായ ഭാഗത്ത് അതിൻ്റെ പൂർവാർദ്ധത്തിൽ ഭഗവാൻ ചെയ്ത ഏറ്റവും മനോഹരമായ ഒരു ലീല, ഏറ്റവും ആലോചനാമൃതങ്ങളായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ വൃന്ദാവനത്തിൽ വെച്ച് ചെയ്തത്, അതാണ് ഇപ്പോൾ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതിലൊന്ന് പൂതന മോക്ഷം എന്ന് പറയുന്ന ആ മനോഹരമായ ചരിതം. ഗോവിന്ദേ ലഭതേ രതിം, ഗോവിന്ദനായിരിക്കുന്ന ഭഗവാനിൽ രതി ഉണ്ടാക്കുന്ന കഥ. ഭഗവാനിൽ രതിയാണ്, പ്രേമം ആണ് ഭക്തി എന്ന് പറയുന്നത്. അത് നമുക്ക് ഭക്തി ഉൽപ്പത്യതേ പുംസഹ ശോകമോഹ ഭയാവഹ, ശോകവും മോഹവും ഭയവും ഇല്ലാതാക്കുന്ന മധുരമധുരങ്ങളായ കഥകളാണ്. ആ പൂതനാമോക്ഷം കഥ അമ്മയ്ക്ക് തുല്യമായ ജനനീഗതി, അമ്മയ്ക്ക് നൽകുന്നതായ മോക്ഷം നൽകുന്ന ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ കഥ ഒരു അമ്മയുടെ മുഖത്തു നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചതും നമ്മുടെ പുണ്യമാണ്. ഭാഗവതത്തിൻ്റെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഭഗവാന്റെ വൃന്ദാവന ലീലയാണ് വത്സസ്തേയം എന്ന് പറയുന്ന കഥ. വത്സസ്തേയം എന്ന് പറയുമ്പോൾ വത്സൻ എന്ന് വെച്ചാൽ പശുക്കുട്ടിയാണ്, സ്തേയം എന്ന് വെച്ചാൽ മോഷണമാണ്. പശുക്കുട്ടിയെ മോഷ്ടിച്ചു എന്നുള്ള ഒരു സൂചനയാണ് ഈ ശീർഷകം നൽകുന്നത്. മോഷ്ടാവ് ഇവിടെ ബ്രഹ്മാവ് ആയതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ സ്തേനൻ, മോഷ്ടാവ് എന്ന് വിളിക്കുക? അങ്ങനെ ഒരു ശങ്കയുണ്ട്. പക്ഷെ ഇവിടെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ബ്രഹ്മാവ് അവിടെ സ്തേനനല്ല, ബ്രഹ്മാവ് അവിടെ വത്സനാണ്. സപ്തമസ്കന്ധത്തിൽ നാരദ മഹർഷി ഒരു കഥ പറഞ്ഞു. ഭഗവാൻ ഒരു പശുവായിട്ടും ബ്രഹ്മാവ് പശുക്കുട്ടിയായിട്ടും ചേർന്ന് നടത്തിയ ഒരു ലീല, അസുരന്മാരെ മോഹിപ്പിച്ചുകൊണ്ട് മയനിർമ്മിതമായ മായക്കിണറിൽ ഇറങ്ങി മാന്ത്രിക ജലം പാനം ചെയ്ത് അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി മഹാദേവന് സഹായം ചെയ്ത് കൊടുത്ത ഭഗവാന്റെ ആ ഒരു പശുവായിട്ടുള്ള അവതാരം, ധേനു അവതാരം. ആ ധേനുവിൻ്റെ, ഭഗവാനാകുന്ന ധേനുവിൻ്റെ പശുക്കുട്ടിയായ ബ്രഹ്മാവ് ഇവിടെ ഭഗവാന്റെ മുന്നിൽ ഒരു പശുക്കുട്ടിയെ പോലെ ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായ ഒരു രംഗമുണ്ട്. ആ ബ്രഹ്മാവാകുന്ന വത്സന്റെ ഹൃദയത്തെ ഭഗവാൻ സ്തേയം ചെയ്തു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വൃന്ദാവന ലീലകളിൽ ഭഗവാൻ ചെയ്ത ഒരു വലിയ മഹത്തായ ഒരു കർമ്മമാണ് സ്തേയയോഗൈഹി എന്ന് വ്യാസൻ പറഞ്ഞിരിക്കുന്നു. വത്സാൻ മുഞ്ചൻ എന്നൊക്കെ പറയുന്ന ആ ലീലകൾ പറയുന്നിടത്ത് വൃന്ദാവനത്തിൽ ഗോപികമാരുടെ ഗൃഹങ്ങളിലും അവരുടെ മടിയിൽ കയറിയിട്ടും അവരുടെ തൊഴുത്തുകളിലും വൃന്ദാവനത്തിലെ ആ കാടുകളിലും യമുനാപുളിനങ്ങളിലും ബൃഹദ്വനത്തിലും നന്ദഗൃഹത്തിലും ഒക്കെ തന്നെ ഓടിച്ചാടി കളിച്ച ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും ചെയ്ത ഒരു യോഗം, ഭക്തന്മാരെ തന്നോട് അടുപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്ത ഒരു യോഗമാണ് സ്തേയയോഗം. ഭഗവാനെ പ്രാപിക്കാൻ ഭക്തന്മാർ ചെയ്യേണ്ടതാണ് ഭക്തിയോഗവും കർമ്മയോഗവും ധ്യാനയോഗവും ഒക്കെ തന്നെ. ഇവിടെ ഭഗവാൻ ഭക്തനെ വന്ന് വിളിച്ച് തന്നോട് അടുപ്പിക്കുന്ന
ഭഗവാൻ അനുഷ്ഠിച്ചതായ ഒരു യോഗമായിട്ട് അവിടെ സ്ഥേയ യോഗം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ബ്രഹ്മാവിൻ്റെയും തൻ്റെ വത്സനായ തൻ്റെ കുട്ടിയായ തൻ്റെ ജഠരാബ്ജജാതനായിട്ടുള്ള ബ്രഹ്മാവിന് ഭഗവാൻ നൽകുന്ന ഒരു അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കവർന്നെടുത്തു എന്നുള്ളത്. അദ്ദേഹത്തെ തന്നോട് ചേർത്ത് വെച്ചു എന്നുള്ള ഒരു കാരുണ്യത്തിൻ്റെ കഥയാണ്. വൃന്ദാവനത്തിൽ ഭഗവാൻ അവിദൂരേ വ്രജഭുവ സഹ ഗോപാലതാരകൈഹി, അധികം ദൂരെയല്ലാതെ ചെറിയ പ്രായത്തിലുള്ള ഉണ്ണിയായിട്ട് ഇരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് കുട്ടികളെ വലിയ കാട്ടിലേക്ക്, ഉൾക്കാട്ടിലേക്ക് പശുക്കളെ മേച്ച് നടക്കാൻ അമ്മമാർ അനുവദിക്കാറില്ല. അതുകൊണ്ടാണ് അവിദൂരേ വ്രജഭുവ, ഈ വ്രജഭൂമിയുടെ അധികം ദൂരെയല്ലാത്ത കാട്ടിൽ ചാര്യാമാസദുർ വത്സാൻ നാനാക്രീഡാ പരിച്ഛതോ, പശുക്കുട്ടികളെ മേച്ചുകൊണ്ട് അവർ നാനാക്രീഡാ പരിച്ഛതോ, പലതരത്തിലുള്ള കളികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പശുക്കുട്ടിയെ മേയ്ക്കുക എന്ന് പറയുന്നത് ഒരു നാട്യം മാത്രം. ഭഗവാന്റെ ഉദ്ദേശം എന്താ? കുട്ടികളുടെ ഉദ്ദേശം എന്തായിരുന്നു? സ്വതന്ത്രമായിട്ട് കാട്ടിൽ കളിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ പലതരം കളികൾ കളിച്ചു. അവർ ആ വൃന്ദാവനത്തിലുള്ള നിരവധി മൃഗങ്ങളെയും പക്ഷികളെയും അനുകരിച്ചുകൊണ്ട്, അവരുടെ ചേഷ്ടകളെ അനുകരിച്ചുകൊണ്ട്, ലോകത്തിൽ ആദ്യമായിട്ട് ഈ മിമിക്രി എന്ന കലാവിദ്യ കണ്ടുപിടിച്ചത് ഭഗവാനാണോ എന്ന് തോന്നുമാറാണ്. കുയിലിൻ്റെ നാദത്തെ അനുകരിച്ചുകൊണ്ട് ഭഗവാൻ പാടുന്നു. മയിലിൻ്റെ നർത്തനത്തെ അനുകരിച്ചുകൊണ്ട് ഭഗവാൻ നർത്തന്തശ്ച കലാവിഭിഹി, ആ മയിലുകളുമായിട്ട് കൂടെ നിന്ന് നർത്തനം ചെയ്യുന്നു. ഹംസങ്ങളെ പോലെ ഭഗവാൻ നടക്കുന്നു. മനോഹരമായി ഭഗവാന്റെ ഗതിവിലാസം അതിമനോഹരമാണ്. കുരങ്ങന്മാരുടെ കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചുകൊണ്ട് മരത്തിൽ ചാടി കയറുക, ഭേഗങ്ങൾ തവളകളുടെ കൂടെ അവർ ചാടുന്നത് പോലെ ചാടുക. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും ഭഗവാൻ ഒരുമിച്ച് ചേർന്ന് കളിച്ചു. അവരെ തൻ്റെ കൂട്ടുകാരാക്കി മാറ്റുകയാണ്. എല്ലാവർക്കും അനുഗ്രഹം ഭഗവാൻ ചൊരിയുകയാണ്. ഗൗരവം ഇല്ല. ശ്രീരാമാവതാരത്തിൽ രാമൻ കാണിച്ച ഗൗരവം ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ഒന്ന് കെട്ടയച്ച് വിട്ട്, തൻ്റെ ആ ഗൗരവം വിട്ട് എല്ലാവരോടും തമാശ പറഞ്ഞും അവരെ കളിയാക്കിയും അവരുടെ കളിയാക്കൽ ഏറ്റുവാങ്ങിയും അവരോട് ചൊടിച്ചും അവരോട് ഇണങ്ങിയും സ്നേഹം നടിച്ചും അവരുടെ മനസ്സിനെ ഇടക്കിടക്ക് കുത്തി നോവിപ്പിച്ചുകൊണ്ടും അവരുടെ ഭക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ടുമാണ് ഭഗവാൻ കൃഷ്ണലീലയാടിയത്. അത് ഭഗവാൻ കാരാഗൃഹത്തിൽ ജനിച്ചത് തൊട്ട് കാൽത്താരിൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാംബുഘനാഘനം ചെയ്ത കാര്യങ്ങൾ ഓരോന്നും എങ്ങനെയായിരുന്നു? ജഗന്മോഹനമായിരുന്നു. അതുകൊണ്ട് ഈ കഥക്ക് ബ്രഹ്മമോഹനം എന്നും പേരുണ്ട്. ബ്രഹ്മാവിനെ മോഹിപ്പിച്ചു ഭഗവാൻ. കാരണം ഭഗവാന്റെ മായ എല്ലാ ദേവന്മാരെയും മറ്റു ദേവന്മാരെയും മോഹിപ്പിക്കുന്ന വിഷ്ണുമായയാണ് എന്ന് കാണിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് തൻ്റെ കൂട്ടുകാരോടൊപ്പം കാട്ടിൽ വൃന്ദാവനത്തിൽ പശുക്കളെ മേച്ച് നടക്കാൻ പോയ ഭഗവാൻ കൂട്ടുകാരോടൊപ്പം ഫലപ്രവാള സ്തപക സുമനപ്പിച്ച ധാതുഭേഹി കാച കുഞ്ചാമണി സ്വർണഭൂഷിത അപ്യഭൂഷയൻ, സ്വർണഭൂഷിത അപി അഭൂഷയൻ. സ്വർണം ഭഗവാൻ പേരിന് ഉപയോഗിച്ചു. സ്വർണ്ണാഭരണങ്ങളെക്കാൾ ഭഗവാൻ പ്രിയ എന്തായിരുന്നു? ഫലം, പ്രവാളം, സ്തവകം മുതലായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായ പൂക്കൾ, കായ്കൾ, തളിരിലകൾ, പൂമുട്ടുകൾ, അതുപോലെ മഞ്ചാടിക്കുരു, കുന്നിക്കുരു, ഇലഞ്ഞിക്കുരു, ഇങ്ങനെയുള്ള നിരവധി പ്രകൃതിദത്തമായ വസ്തുക്കളെ കൊണ്ട് മാല കോർത്തണിഞ്ഞ്, കർണികാര പുഷ്പം കൊണ്ട്, കണിക്കുന്ന പൂ കൊണ്ട്, കാതിൽ കമ്മലിട്ട്, വന്യമാല നീണ്ടു കിടക്കുന്ന വനമാല ചാർത്തി ഭഗവാൻ കൊമ്പ്, കുഴല്, കോല് ഒക്കെ തൻ്റെ അറിയിൽ അവിടെ ഇവിടെയായി തിരികെ വെച്ച് കൂട്ടുകാരോടൊപ്പം ഭഗവാൻ ആ വൃന്ദാവനത്തിൽ പശുക്കളെ മേച്ച് നടന്ന സമയത്ത് ആ കുട്ടികൾ ഭഗവാന്റെ ശരീരത്തെ ഒന്ന് സ്പർശിക്കാനുള്ള ആഗ്രഹം ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. അഹംപൂർവം ഇത് സംസ്പൃശ്യ രേമിരേ, ഭഗവാന്റെ ശരീരത്തെ സ്പർശിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അവർ നേടിയെടുത്തു. ഭഗവത് സ്പർശം, ഭഗവാന്റെ സ്പർശനം, ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ സാമീപ്യം, സാന്നിധ്യം എല്ലാം തന്നെ ഭക്തന്മാർക്ക് നിർവൃതി പകർന്നു നൽകുന്ന ആനന്ദാനുഭവങ്ങളാണ് എന്നാണ് കാണിക്കുന്നത്. പല കളികൾ കളിച്ചുകൊണ്ട് അവരോട് ഭഗവാൻ യുദ്ധങ്ങൾ ചെയ്തു, ദ്വന്ദ്വയുദ്ധം ചെയ്തുകൊണ്ട്, മല്ലയുദ്ധം ചെയ്തുകൊണ്ടും
പല അസ്പൃശ്യ നേത്രബന്ധാദ്യേഹി, കണ്ണ് കെട്ടിയിട്ട് പരസ്പരം ഗുസ്തി പിടിക്കുക. കുച്ചിത് ആമലകമുഷ്ടിഭി, ഈ കയ്യിൽ ഉള്ളം കയ്യിൽ നെല്ലിക്ക വെച്ചിട്ട് പിടിച്ചുകൊണ്ട് ഇടിക്കുക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള യുദ്ധമുറകൾ ചെയ്തുകൊണ്ടും കളിച്ചുകൊണ്ടും അവിടെ കഴിയുന്ന സമയത്താണ് കംസനിലെ കിങ്കരന്മാരിൽ പ്രധാനിയായിട്ടുള്ള അഘൻ എന്ന് പറയുന്ന അസുരൻ, പേര് തന്നെ അഘൻ, പാപം എന്നാണ് പേര് തന്നെ, മറ്റാരുമല്ല ഈ പൂതനയുടെ സഹോദരനാണ്. 2 സഹോദരന്മാരുണ്ടായിരുന്നു, ഭഗനും അഘനും. ഭഗനെ ഭഗവാൻ കൊന്നു, കൊറ്റിയുടെ രൂപത്തിൽ വന്ന് ഭഗനെ കൊന്നു. ആ ഭഗന്റെ സഹോദരനായിട്ടുള്ള അഘൻ ആണ് ദേവന്മാരെ പോലും ഭയപ്പെടുത്തുന്നവനായ അതിഭീകരനായ അഘാസുരൻ. ആകാശമാർഗത്തിൽ വന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനും ഈ കുട്ടികളും വൃന്ദാവനത്തിലെ ആ പുളിനത്തിൽ ഓടിച്ചാടി കളിക്കുന്നതായിട്ട് കണ്ടു. തേഷം സുഖക്രീഡന വീക്ഷണാക്ഷമ, ആസുരികമായിട്ടുള്ള രാക്ഷസീയമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കുട്ടികൾ കളിക്കുമ്പോൾ അതിനോട് ഒരു ക്ഷമയില്ലാതിരിക്കുക. കുട്ടികൾ കളിക്കുമ്പോൾ അത് കണ്ണിന് കൗതുകമാണ്. പക്ഷേ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ആസുരിക ഭാവം വരുന്നത്, നമ്മൾ കുട്ടികളെ ആവശ്യത്തിലധികം ശകാരിക്കും, കളിക്കാൻ സമ്മതിക്കാതെ അവരുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതൊക്കെ ഒരു തരത്തിൽ ആസുരികമായ സ്വഭാവമാണ്. ഈ അസുരന് സുഖക്രീഡന വീക്ഷണാക്ഷമ, കുട്ടികൾ സുഖമായിട്ട് കളിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് ക്ഷമിക്കാൻ സാധിച്ചില്ല, സഹിക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ചും ഈ കൃഷ്ണൻ തൻ്റെ ശത്രുവാണ്. ഇദ്ദേഹമാണ് പണ്ട് തൻ്റെ ആളുകളായ അസുരന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വെറുതെ വിടാൻ പറ്റില്ല എന്ന് കരുതിയാണ് മായാരൂപം ധരിച്ച് അതിഭീകരനായ ഒരു സർപ്പവപു സ്വീകരിച്ചുകൊണ്ട്, ഒരു പെരുമ്പാമ്പിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഒരു പർവ്വതം പോലെ വളർന്ന് വൃന്ദാവനത്തിൽ തൻ്റെ വായ പിളർന്ന്, ഒരു ഗുഹ പോലെ വായ പിളർന്ന് അവിടെ നിശ്ചലമായിട്ട് നിൽക്കുമ്പോൾ ഭഗവാൻ ഈ തൻ്റെ കൂട്ടുകാരോടൊപ്പം ഓടിച്ചാടി കളിച്ച് പാട്ടുപാടി ആർത്തുല്ലസിച്ച് വരുന്ന സന്ദർഭത്തിലാണ് മുന്നിൽ നടക്കുന്ന തൻ്റെ കൂട്ടുകാരൊക്കെ തന്നെ ഈ വലിയ ഭീമാകാരനായിട്ടുള്ള സർപ്പത്തെ കണ്ട് ഇതൊരു പർവ്വതമാണെന്നും ഇതിൻ്റെ വായ കണ്ടിട്ട് ഗുഹയാണെന്നും തെറ്റിദ്ധരിച്ച് അവർ ആ പാമ്പിൻ്റെ വായക്കകത്തേക്ക് കയറാൻ നോക്കുകയാണ്. അവർ പറയുന്നത് ഇതൊരു ഗുഹയാണല്ലോ, ഈ ഗുഹയുടെ ആകൃതി കണ്ടാൽ ഒരു പാമ്പിനെ പോലെയുണ്ട് എന്നവർ പറഞ്ഞു. ഇതാ ഈ അസ്മത് ഗ്രസന സംഗ്രസന വ്യാളതുണ്ടായതേ നവ, നമ്മളെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു പാമ്പിൻ്റെ വായ പോലെയുണ്ട് എന്ന് പറഞ്ഞാണ് ആ പാമ്പിൻ്റെ വായ്ക്കകത്തേക്ക് അവർ പ്രവേശിക്കുന്നത്. ഇത് കണ്ടല്ലേ, ഈ പാറക്കല്ലുകൾ, ഇത് ഒരു പാമ്പിൻ്റെ വായ്ക്കകത്തുള്ള വിഷപ്പല്ലുകൾ പോലെയുണ്ട്. ഇങ്ങനെ പാമ്പിൻ്റെ വായ പോലെയുള്ള ഗുഹയാണെന്ന് കരുതിയിട്ട് അവർ പാമ്പിൻ്റെ വായിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവാൻ അല്പം പുറകെ ഓടി വരുന്ന ഭഗവാന് തൻ്റെ കൂട്ടുകാരെ തടയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവർ ഇതം മിഥോദത്യമതജ്ഞഭാഷിതം ശ്രുത്വാ വിചിന്തേത്യമൃഷാമൃഷായത്തെ, അറിവില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളൊക്കെ എങ്ങനെയാണ്, അമൃഷാമൃഷായത്തെ. നേരത്തെ മായയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. യാ മാ സാ മായ, അഘടിത ഘടനാപടീയസീ മായ, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കുന്ന സ്വഭാവമാണ് മായയുടേത്. നമ്മളൊക്കെ മായാമോഹിത ചേതസ്സുകളായതുകൊണ്ട് ഇല്ലാത്ത വസ്തു ഉണ്ടെന്ന് തോന്നും, ഉള്ള വസ്തു ഇല്ലെന്ന് തോന്നും. ഇവിടെ ഗുഹ ആണെന്ന് കരുതി പാമ്പിൻ്റെ വായ്ക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് ഗുഹയാണെന്ന് കരുതിയിട്ടാണ് അവർ പ്രവേശിക്കുന്നത്. ഭഗവാൻ അവരെ തടയാൻ വേണ്ടി ഓടി വരുമ്പോഴേക്കും അവർ താവത് പ്രവിഷ്ടാസ്വസുരോന്തര അസുരോദരാന്തരം പരം നഗീർണ ശിശവസവത്സാഹ, എല്ലാ ഗോപബാലകന്മാരും അവരുടെ പശുക്കളും ഒക്കെ തന്നെ ഈ ഗുഹക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവാൻ പോകരുതെന്ന് പറയുമ്പോഴേക്കും ഈ കുട്ടികൾ പാമ്പിൻ്റെ വായ്ക്കകത്തേക്ക് പ്രവേശിച്ചു. താൻ വീക്ഷ കൃഷ്ണ സകലാഭയപ്രദോ ജനന്യനാഥൻ സ്വരാതവച്യുതാൻ. ഭഗവാൻ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഇവരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയല്ലോ എന്ന് ചിന്തിക്കുകയാണ്. മനുഷ്യചേഷ്ടയെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാൻ ഒരു ദീർഘനിശ്വാസം പൊഴിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇവരൊക്കെ കൈവിട്ട് പോയല്ലോ, ഇനി എന്ത് ചെയ്യും? ഈ അസുരനായ പാമ്പിൻ്റെ രൂപത്തിലുള്ള അസുരൻ്റെ വായ്ക്കകത്തേക്ക് പോയിരിക്കുന്ന ഈ കുട്ടികളെ രക്ഷിക്കണമെങ്കിൽ അസുരനെ അടിച്ചു കൊല്ലണം. അസുരനെ അടിച്ചു കൊല്ലുമ്പോൾ അവൻ്റെ വായ്ക്കകത്ത് പെട്ടിരിക്കുന്ന തൻ്റെ കൂട്ടുകാരെയും കൊല്ലേണ്ടി വരും, അവരും മരിച്ചു പോകും. അവൾ ഒരേ സമയത്ത് ദുഷ്ടനെ നിഗ്രഹിക്കുകയും ചെയ്യണം, ശിഷ്ടജനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഇത് രണ്ടും ഒരേ സമയത്ത് സാധിക്കുമോ? യുഗപത്തായിട്ട് ഒരേ സമയത്ത് രണ്ട് കാര്യം ചെയ്യാൻ സാധിക്കുമോ? പക്ഷെ ഭഗവാൻ സർവോപായവിധീശ്വര എന്ന് ഭഗവാൻ വിഷ്ണുവിനൊരു പ്രത്യേകിച്ചൊരു
വിശേഷ ഭാഗവതം പറയുന്നുണ്ട്. എല്ലാ ഉപായങ്ങളെയും അറിയുന്നവനാണ്. അതുകൊണ്ട് അരനിമിഷം കൊണ്ട് ഭഗവാന് ഇത് രണ്ടും ഒരേ സമയത്ത് എങ്ങനെ ചെയ്യാം എന്നുള്ള യുക്തി തോന്നി. അതുകൊണ്ട് ആ സർപ്പ വപുസ്സായിരിക്കുന്ന അസുരൻ്റെ വായ്ക്കകത്തേക്ക് ഭഗവാനും പ്രവേശിച്ചു. ഭഗവാൻ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ആകാശമാർഗത്തിൽ ദേവന്മാർ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അസുര നിഗ്രഹം ചെയ്യാൻ വേണ്ടി അവതരിച്ച ഭഗവാൻ ഇതാ അസുരൻ്റെ വായ്ക്കകത്തേക്ക് കയറി പോവുകയാണ്. ഇതെന്താണ് ഭഗവാന് ഇങ്ങനൊരു അബദ്ധം പറ്റിയത് എന്നവർ ചിന്തിച്ചവർ ഹാ ഹാ എന്ന ശബ്ദമുണ്ടാക്കി. അതുപോലെ ആകാശത്ത് മറ്റൊരു ഭാഗത്ത് നിരവധി അസുരന്മാരും കൗണപന്മാരായ അസുരന്മാർ, അഖൻ്റെ ബന്ധുക്കളായ അസുരന്മാർ കൈകൂട്ടിച്ചിരിക്കുകയും ചെയ്തു. തങ്ങളെ കൊല്ലാൻ വരുന്ന കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ കഥ ഇതോടെ കഴിഞ്ഞു എന്നാണ് അവർ ആഹ്ലാദിച്ചു ചിരിച്ചത്. അപ്പോൾ ഭഗവാൻ തൻ്റെ ആ ഉപായം അവിടെ പ്രകടിപ്പിക്കുകയാണ്. ആ പാമ്പിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ചെന്ന് ഭഗവാൻ തൻ്റെ ശരീരം വളരെ വലുതാക്കി. ഭഗവാൻ അണിമാദ്യ അഷ്ടൈശ്വര്യ സിദ്ധികൾ എന്നുള്ള അനന്തമായ ഐശ്വര്യങ്ങളുള്ള ഭഗവാൻ, അനന്തമായ ഐശ്വര്യങ്ങൾ, അസംഖ്യം ഐശ്വര്യങ്ങളോട് കൂടിയിട്ടുള്ള സിദ്ധികളോട് കൂടിയിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ശരീരം വലുതാക്കി. ശരീരം വലുതാക്കുന്ന സമയത്ത് ഈ സർപ്പത്തിന് ശ്വാസം മുട്ടുന്ന ശ്വാസതടസ്സമുണ്ടായി. ശ്വാസരോധം സഹിക്കാൻ പറ്റാതെ അവൻ തല അടിച്ചു, വാലടിച്ചു, ഉരുണ്ടു പിരണ്ടു പുളഞ്ഞു. ഒടുവിൽ ആ ശ്വാസ നിരോധം കൊണ്ട് അവൻ്റെ പ്രാണൻ, അവൻ്റെ മൂർധാവ് പൊട്ടി, മൂർധാവിൽ നിന്നും പ്രാണൻ ബഹിർഗമിക്കുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. ഭഗവാൻ മെല്ലെ തൻ്റെ കൂട്ടുകാരെ ഓരോരുത്തരെയായിട്ട് അവൻ്റെ ആ പിളർന്നു കിടക്കുന്ന മൂർധാവിലൂടെ അവർ ഓരോരുത്തരെയും പുറത്തേക്ക് എത്തിച്ച് എല്ലാവരെയും രക്ഷിച്ച ശേഷം ഭഗവാനും ആ അഖൻ്റെ മൂർധാവിലൂടെ പുറത്തേക്ക് വരികയാണ്. ആകാശമാർഗത്തിൽ നോക്കി നിൽക്കുന്ന ദേവന്മാർ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഈ അഖൻ എന്താണ് ഇത്ര വലിയ പുണ്യം ചെയ്തത്? കാരണം ഇവൻ യോഗിമാരാണ് സാധാരണ സമാധിയിൽ ആ സഹസ്രാരപത്മത്തിലേക്ക് പ്രാണശക്തിയെ കൊണ്ടുവന്നിട്ട് മൂർധാവ് പൊട്ടി ആ മൂർധാവിലൂടെ പ്രാണൻ ബഹിർഗമിക്കുക, ഊർധ്വഗതി നേടുക. യോഗിമാർക്ക് അതും അവർക്കും ദുർലഭമായിട്ട് കിട്ടുന്ന ഒരു മരണമാണ് ഊർധ്വഗതിയായിട്ട് മൂർധാവിലൂടെ പ്രാണനെ പുറത്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത്. അതാണ് ഈ അഖൻ എന്ന് പറയുന്ന ദുഷ്ടനായ അസുരന് സാധിച്ചിരിക്കുന്നത്. എന്താണ് ഇവൻ ചെയ്ത പുണ്യം? അവരാലോചിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഉത്തരം എന്താണ്? സകൃത് ഇത് അംഗപ്രതിമാന്തരാഹിത മനോമയി ഭാഗവതീം ദദൗ ഗതിം. അരനിമിഷ നേരമാണെങ്കിലും സാക്ഷാൽ സർവേശ്വരനായിരിക്കുന്ന യോഗേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ ആ ദിവ്യസ്വരൂപത്തെ തൻ്റെ ഉള്ളിൽ വഹിക്കാൻ സാധിച്ചതുകൊണ്ടാണ് അഖന് ഇത്രയധികം ദിവ്യമായൊരു മരണമുണ്ടായത്, ഇത്ര വലിയൊരു ഭാഗ്യോത്കർഷമുണ്ടായത്. മരണം ഭഗവാനെ ഉള്ളിൽ വെച്ചുകൊണ്ടായിരുന്നു. ഭഗവാനെ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണല്ലോ ഒരു മനുഷ്യൻ്റെ മരണസമയത്ത്, പ്രാണപ്രയാണ സമയത്ത് അന്തേ നാരായണ സ്മൃതി, ഭഗവാന്റെ ഒരു സ്മരണ എങ്കിലും ഉണ്ടായാൽ നമുക്ക് സദ്ഗതി ഉണ്ടാകും. ഇവിടെ ഭഗവാന്റെ സ്മരണയല്ല, ഭഗവാനെ തന്നെ തൻ്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് പ്രാണനെ ഉപേക്ഷിച്ച അഖന് മോക്ഷം കിട്ടിയതിൽ വല്ല അത്ഭുതവുമുണ്ടോ എന്നവർ പരസ്പരം പറഞ്ഞു എന്നാണ്. അങ്ങനെ അഘാസുരനെ കൊന്ന് അഘാസുരൻ്റെ ആ വലിയ ശരീരം അവിടെ ഉണങ്ങി ദീർഘകാലം അവിടെ നിലനിന്നു. കുട്ടികൾക്ക് അതൊരു കളിക്കാനുള്ള ഒരു സങ്കേതമായിട്ട് മാറി. ഈ കഥകളൊക്കെ അഘാസുരനെ ഭഗവാൻ കൊന്ന കഥ ഈ കുഞ്ഞുങ്ങൾ ഗോപബാലകന്മാർ അവരവരുടെ ഗൃഹങ്ങളിൽ ചെന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് അവതരിപ്പിച്ചത്. അല്ലെങ്കിൽ ഓരോ ദിവസവും അതാത് ദിവസത്തെ കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് പറയാറുള്ള കുട്ടികൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, അമ്മേ അച്ഛാ ഇന്ന് കൃഷ്ണൻ പാമ്പൻ്റെ രൂപത്തിലുള്ള ഒരു അസുരനെ കൊന്നു, ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇവിടെയാണ് ശ്രീശുക ബ്രഹ്മർഷിയുടെ കഥ പറയുന്ന ഒരു ടെക്നിക്ക് വളരെ തന്ത്രപൂർവ്വമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു കഥ പറയുന്ന സമയത്ത് അടുത്ത കഥ കേൾക്കാനുള്ള ഒരു ജിജ്ഞാസ ശ്രോതാവിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം കഥ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ പരീക്ഷിത് രാജാവ് ചോദിച്ചു, ബ്രഹ്മൻ കാലാന്തരകൃതം തത്കാലീനം കഥം ഭവേത്. 1 വർഷം മുമ്പ് നടന്ന സംഭവം എന്താണ് കുട്ടികൾ ഇന്ന് നടന്നതുപോലെയായിട്ട് പറഞ്ഞത്? അങ്ങനെ ആ ഗോപകുമാരന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നൂനമേതത് ഹരേരേവമായ ഭവതി നാന്യഥ. ഭഗവാന്റെ മായ കൊണ്ട് മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. കാരണം ഭഗവാൻ കാലസ്വരൂപനാണ്. കാലത്തെ, ദീർഘമായ കാലത്തെ ഹ്രസ്വമാക്കിയിട നമുക്ക് തോന്നിക്കും. പറയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ട് ഒരൊറ്റ നേരം എന്ന് പറയുന്നുണ്ട് നാരായണ ഗുരുദേവൻ. അപ്പോൾ ഒരു 10,000 ആണ്ട് 1 നിമിഷം കൊണ്ട് തീർന്നതുപോലെയും 1 നിമിഷത്തെ സമയം
ഒരു യുഗം പോലെയൊക്കെ തന്നെ തോന്നിക്കാനുള്ള മായാ വൈഭവം ഭഗവാനുണ്ട്. അങ്ങനെ വല്ല വൈഭവവും ഭഗവാൻ കാണിച്ചതാണോ എന്ന് ചോദിക്കുന്നു. എന്താണ് ഈ ഒരു അത്ഭുതം നടക്കാനുള്ള കാരണമെന്ന് ചോദിച്ചു. ആ സമയത്ത് ശ്രീ സുഖബ്രഹ്മർഷി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കണ്ണടച്ച് ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചു. സകല ഇന്ദ്രിയങ്ങളെയും അടക്കിയിട്ട് ഭഗവാനെ ഒരു നിമിഷം ധ്യാനിച്ചിട്ട് പിന്നീട് അദ്ദേഹം തൻ്റെ ജാഗ്രതത്തിലേക്ക് ഉണർന്നു വന്നതിന് ശേഷം പറയാണ്, പരീക്ഷിതനോട് പറയാണ്, അല്ലയോ പരീക്ഷത്തെ, അങ്ങ് മഹാഭാഗ്യവാനാണ്. കാരണം ഭഗവാന്റെ കഥകൾ നൂതനയസീശസ്യ ശൃണുന്നപി കഥാമുഹു, കേൾക്കുന്തോറും അത് നിത്യനൂതനങ്ങളായിട്ട് അനുഭവപ്പെടുന്നവയാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നവയും കേൾക്കുന്നതോടുകൂടി വീണ്ടും വീണ്ടും അതിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നുന്നു. അതിൻ്റെ ഉപകഥകളെ അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണങ്ങളിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്നു. ഇതൊക്കെ ഭഗവത് കഥയുടെ മാഹാത്മ്യമാണ്. അതുകൊണ്ട് ഞാൻ ആ കഥ അങ്ങേക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണോ ഒരു കാമകന് കാമുകിയുടെ കഥകൾ, സങ്കല്പങ്ങൾ, ഭാവനയിൽ കാണുന്നതൊക്കെ തന്നെ സന്തോഷകരമായിരിക്കുന്നത്, അതുപോലെ ഇത് മനുഷ്യന് നിത്യമായ സ്മൃതിയിൽ ആനന്ദം നൽകുന്ന ഒന്നാണ് ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ. അതുകൊണ്ട് ഞാൻ അങ്ങക്ക് ഈ കഥ അല്പം നിഗൂഢമായ കഥയാണെങ്കിലും ഞാനിത് അങ്ങേക്ക് പറഞ്ഞു തരാം. എന്താണ് ഇതിൻ്റെ നിഗൂഢത? അത് ബ്രഹ്മാവും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഭഗവാൻ തൻ്റെ കൂട്ടുകാരെയും ചേർത്ത് പശുക്കുട്ടികളെ മേച്ചുകൊണ്ട് കാളന്തി നദിയുടെ തീരത്തുകൂടെ അങ്ങനെ വിഹരിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്, അഹോതിരമ്യം പുളിനം വയസ്യാഹ. ഇതാ ഈ വൃന്ദാവന പുളിനം, ഈ കാളന്തി പുളിനം കണ്ടില്ലേ, ഇവിടെ വെച്ച് ഇരുന്നു കൊണ്ട് നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാം. എല്ലാവരും നല്ല വിശപ്പ് പറ്റിയിട്ടുണ്ട്. എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത? ഇവിടെ ധാരാളം തണൽ വൃക്ഷങ്ങളുണ്ട്. നല്ല തണുത്ത ജലം ഇതിലൂടെ ഒഴുകുന്നു. പിന്നെ പശുക്കുട്ടികൾക്ക് മേഞ്ഞു നടക്കാൻ നല്ല പുല്ലുകൾ അങ്ങനെ കിളിർത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പശുക്കുട്ടികൾക്ക് ധാരാളം നല്ല പുല്ല് മേഞ്ഞ് നടക്കുകയും ചെയ്യാൻ നമുക്ക് തണലിരുന്ന് ഈ സരസിൽ നിന്ന് വരുന്ന താമരപുഷ്പങ്ങളുടെ ഗന്ധം, ആ ഗന്ധത്തെ സ്വീകരിച്ചുകൊണ്ട് വണ്ടുകളും പക്ഷികളും ഒക്കെ തന്നെ പറക്കുന്നതായ ശുദ്ധമായിട്ടുള്ള പ്രകൃതിയുടെ ഏറ്റവും നിർമ്മലമായിട്ടുള്ള ഒരു ഭൂമിയാണിത്. ഇത്തരം സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടാകുന്ന സമയത്ത് നല്ല വൃക്ഷത്തണലുകളിൽ നല്ല പക്ഷികളുടെ ശബ്ദം കേട്ടുകൊണ്ടും നല്ല തുറന്ന വായു പ്രവാഹത്തെ അനുഭവിച്ചുകൊണ്ടും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സും സന്തോഷിക്കും. മനസ്സ് സന്തോഷിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം, ഭക്ഷണം, അത് നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രയോജനം ചെയ്യുകയും ചെയ്യും. ഭഗവാൻ ഇതൊക്കെ ലോകത്തിന് കാണിച്ചു തരികയാണ്. അങ്ങനെ അവർ ഇരുന്നു. എങ്ങനെ ഇരുന്നു? തഥേതി പായത്വാർഭാ വത്സാനാരുധ്യ ശാദ്വലേ മുക്ത്വാ ശിക്യാനി ബുഭുജുഹു സമം ഭഗവതാ മുദാ. പശുക്കുട്ടികളെ ആ ശാദ്വലമായ പുൽമേടുകളിലേക്ക് മേയാൻ വിട്ടുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തിരുന്ന് അവരുടെ ശിക്യാനി, അവരുടെ ഉറികൾ, ഇന്ന് കുട്ടികൾ കൊണ്ടുപോകുന്ന ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന ചെറിയ ചെറിയ കിറ്റുകൾ പോലെ പണ്ട് ഉറികളാണ് കൊണ്ടുപോകുക. പല ആകൃതിയിലുള്ള പല രൂപത്തിലുള്ള ഉറികളിൽ അവർ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഭക്ഷണത്തിൻ്റെ ഉറികൾ അവരെ കെട്ടഴിച്ചുകൊണ്ട് ഭഗവാനെ നടുക്ക് ഏറ്റവും മധ്യത്തിൽ ഇരുത്തിക്കൊണ്ട് അവർ ചുറ്റുപാടും ഇരുന്നു. കൃഷ്ണസ്യ വിശ്വപുരുരാജ്യമണ്ഡലൈരഭ്യാനണാഹ പുല്ലദൃശോ വ്രതാത്ഭകാഹ. അപ്പോൾ ആ കുട്ടികൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, ഭഗവാൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം, ഭഗവാനെ ഞാൻ നോക്കണം, ഭഗവാൻ എന്നെയും നോക്കണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ഒരേ സമയത്ത് ഭഗവാനെ നോക്കാൻ സാധിക്കുക? ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ചുറ്റും ഇരുന്നോളൂ, ഞാൻ മധ്യത്തിലിരുന്നോളാം, എല്ലാവർക്കും എന്നെ കാണാൻ സാധിക്കട്ടെ. പക്ഷേ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് തോന്നും ഭഗവാൻ എന്നെ നോക്കുകയാണ്. പിന്നിലിരിക്കുന്ന കുട്ടി വിചാരിക്കും ഭഗവാൻ എനിക്ക് പുറംതിരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ ഓരോ വ്രജബാലകനും ഭഗവാൻ എന്നെ നോക്കുകയാണ് എന്ന ഭാവത്തിലാണ്. ഗുരുവായൂരപ്പൻ്റെ ചിത്രങ്ങളിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഏത് ഭാഗത്തിരുന്ന് നോക്കിയാലും ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം, ഭഗവാന്റെ ചിത്രം നമ്മൾ നോക്കി പുഞ്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് പോലെ ശ്രീകൃഷ്ണനും മായാധീശനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോരോ കുട്ടിക്കും ഭഗവാൻ എന്നെ നോക്കുകയാണ്, എനിക്ക് അഭിമുഖമായിട്ടിരിക്കുകയാണ് എന്ന് തോന്നുന്ന രീതിയിൽ എല്ലാവരുടെയും മനസ്സിനെ ഭഗവാൻ സന്തോഷിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് എന്തായിരുന്നു ആ രൂപം? വിരജുച്ഛത യഥ അംഭോരുഹ കർണികായാഹ, ഒരു താമര പുഷ്പം വിടർന്നു നിൽക്കുന്നത് പോലെ ആകാശത്തിലിരുന്നു കൊണ്ട് ഈ ദൃശ്യം കാണുന്ന ദേവന്മാർക്ക് കാണാൻ സാധിച്ചത് ഒരു ചെറിയ കുട്ടികളുടെ വൃത്തം, അതിനകത്ത് വലിയൊരു വൃത്തം, അതിൻ്റെ പുറത്തു കൂടി മറ്റൊരു വലിയ വൃത്തം, അനേകം ദളങ്ങളുള്ള ഒരു താമരപുഷ്പം,
ആ താമര പുഷ്പത്തിൻ്റെ കർണികയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്ന ആ ദിവ്യപുരുഷൻ അവിടെ സന്നിധാനം ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഭഗവാനെ ധ്യാനിക്കേണ്ടത്, അല്ലേ? ഭഗവാന്റെ ധ്യാനത്തെക്കുറിച്ച് ഏകാദശ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഹൃത്പുണ്ടരീകം അന്തസ്ഥം ഊർധ്വനാളം അധോമുഖം. താഴോട്ട് മുഖമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഹൃദയമാകുന്ന താമരപുഷ്പത്തെ ധ്യാനം കൊണ്ട് നമ്മൾ ഊർധ്വമുഖമാക്കി തീർത്ത് അതിൽ സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, അഗ്നിമണ്ഡലം എന്നിവ ധ്യാനിച്ച് ആ അഗ്നിയിലാണ് ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ധ്യാനത്തിൻ്റെ ക്രമം പറയുന്നുണ്ട്. അതേ രീതിയിലാണ് ഈ കുട്ടികളാകുന്ന ദളങ്ങളോട് കൂടിയ ആ താമരപുഷ്പത്തിൻ്റെ കർണികയിൽ സാക്ഷാൽ ഭഗവാന്റെ ദിവ്യസ്വരൂപത്തെ ദേവന്മാർ കാണുന്നത്. പക്ഷെ ആ ദിവ്യപുരുഷൻ ഭഗവാൻ യജ്ഞപുരുഷനാണ്. യാഗശാലയിൽ ബ്രാഹ്മണർ വ്രതശുദ്ധിയോട് കൂടിയിട്ടും മന്ത്രശുദ്ധിയോട് കൂടിയിട്ട് ദ്രവ്യശുദ്ധി, കാലശുദ്ധി, ദേശശുദ്ധി, ഒരു യാഗത്തിൽ ആ യാഗം പൂർണ്ണമാകണമെങ്കിൽ, യാഗത്തിന് പൂർണ്ണ ഫലം സിദ്ധിക്കണമെങ്കിൽ എല്ലാതരം ശുദ്ധികളും ആവശ്യമാണ്. ദ്രവ്യം ശുദ്ധമാകണം, അത് ചെയ്യുന്ന ആളിൻ്റെ മന്ത്രം ശുദ്ധമാകണം, അതിൽ ദ്രവ്യം, അതുപോലെ സ്ഥലശുദ്ധി ഉണ്ടാകണം, കാലശുദ്ധി ഉണ്ടായിരിക്കണം, മന്ത്രങ്ങൾ പിഴക്കാതെ ചൊല്ലണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിലെന്തെങ്കിലും ഒരു ലോപം വരും. ഇത് ചെയ്യുന്ന ആളിൻ്റെ മനസ്സിന് ശുദ്ധിയില്ലെങ്കിൽ ഭഗവാൻ ആ ഹവനത്തെ സ്വീകരിക്കാറില്ല, യാഗത്തിൻ്റെ ആ സമർപ്പണത്തെ സ്വീകരിക്കുകയില്ല. അത്രയധികം ഭഗവാന് ആഢ്യത്വം ഉണ്ട് എന്നാണ് ദേവന്മാർ പറയുന്നത്. പക്ഷെ ഇവിടെ ആ യജ്ഞമൂർത്തി ആയിരിക്കുന്ന, യജ്ഞഭുക്ക് ആയിരിക്കുന്ന ഭഗവാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ബാലകേളി ആയിട്ട്, കുട്ടിക്കളി നടത്തുന്ന ഒരു സാധാരണ പ്രാകൃത ശിശുവായിട്ട് ഈ ഗോപബാലകന്മാർ, ഇടയബാലന്മാരുടെ മധ്യത്തിൽ അവർ പങ്കിട്ട് നൽകുന്ന ഭക്ഷണം വാങ്ങിക്കഴിച്ചുകൊണ്ട്, അതും വലത് കൈ കൊണ്ടല്ല, ബിഭ്രദ്വേണും ജഠരപടയോഹോ ശൃംഗവേത്രേ ചകക്ഷേ വാമേ പാണവോ മസണകവളം തത്ഫലഞ്ഞങ്കുലീഷു. തൻ്റെ അരയിൽ ഓടക്കുഴൽ, പശുക്കളെ അടിക്കാനുള്ള ചൂരൽ, കൊമ്പ്, കുഴൽ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അരയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇടത് കൈയിൽ ഒരു ചോറുരുള, മസണകവളം. ചോറായാലും ഏത് പലഹാരമായാലും ഭഗവാൻ അതിനെ എടുത്തിട്ട് ഇടത് കൈയിലാണ്. വികൃതി കുട്ടികൾ നമുക്കറിയാം, അവർക്ക് ഇടത് കൈ കൊണ്ട് തിന്നാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുക. ചിലപ്പോൾ രണ്ട് കൈ കൊണ്ട് ഭാര്യയുണ്ട്. എത്ര വിലക്കിയാലും അവർ ആരും കാണാതെ ഇത് ഒപ്പിച്ചെടുക്കും. ഭഗവാൻ ഇടത് കയ്യിൽ ആ ചോറുരുള വെച്ചുകൊണ്ട് മറ്റു ഉപ്പേരിയും മറ്റും തൻ്റെ വിരലിനിടയിൽ തിരികെ വെച്ചുകൊണ്ട് തിഷ്ഠൻ മധ്യേ സ്വപരസുഹൃതോ ഹാസയൻ നർമ്മഭൈ സ്വൈഹി. എല്ലാവരോടും ഭഗവാൻ പറയാണ്, ആരും ഇത് ഭക്ഷണം ഒന്നും ആലോചിക്കാതെ, ഒന്നും ചെയ്യാതെ കഴിക്കരുത്. കണ്ണടച്ച് പ്രാർത്ഥിക്കണം, മന്ത്രം ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് കണ്ണടപ്പിച്ച് ഭഗവാൻ ചുറ്റും നടന്ന് അവരുടെ ആ പാത്രങ്ങളിൽ നിന്നൊക്കെയുള്ള ഓരോരോ വിഭവങ്ങളിൽ നിന്നും ഭഗവാൻ എടുത്ത് കഴിച്ച് തൻ്റെ സ്ഥാനത്ത് വന്നിരുന്നത് അതിനെല്ലാവരും കണ്ണ് തുറന്നോളൂ. എന്താണ്? ഈ കഴിക്കുന്ന ഭക്ഷണം ബ്രഹ്മാർപ്പണമാക്കണം, ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് വേണം, നിവേദ്യമാക്കിയിട്ട് വേണം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ആ കുട്ടികൾക്ക് അറിയില്ലെങ്കിലും ഭഗവാൻ അത് തൻ്റെ പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കും. അവരുടെ ഭക്ഷണ സാമഗ്രികൾ ഭഗവാൻ കവർന്നെടുത്ത് കഴിച്ചിട്ട് അതിനെ നിവേദ്യമാക്കി പ്രസാദമാക്കി മാറ്റിയിട്ട് എല്ലാവരും ഇനി കണ്ണു തുറന്നോളൂ. നോക്കുമ്പോഴേക്കും അതിൽ പ്രധാനപ്പെട്ട ഭാഗം പപ്പടം ഒരു കഷ്ണം ഭഗവാൻ കടിച്ചു കൊണ്ടുപോയിരിക്കുന്നു, പഴത്തിൻ്റെ ഒരു കഷ്ണം ഭഗവാൻ കടിച്ചിരിക്കുന്നു. എല്ലാം ഭഗവാന്റെ ഉച്ഛിഷ്ടമാക്കിയിട്ട് പ്രസാദമാക്കി തന്നിരിക്കുന്നു. പിന്നെ ഭഗവാൻ തമാശകൾ പറയുന്നു, ഗൗരവക്കാരായ കുട്ടികളെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നു, പലതരം ഗോഷ്ഠികൾ കാണിക്കുന്നു. ഇങ്ങനെ ചിരിച്ചുല്ലസിച്ച് മനസ്സ് സന്തോഷിക്കുന്നു. ഭഗവാന്റെ സാന്നിധ്യത്തിൽ അവരെല്ലാം മറക്കുന്നു. അങ്ങനെ ഭക്ഷണം അമൃതമായി മാറുന്നു, അമൃതാശനം ചെയ്യുന്നവരായിട്ട് അവർ മാറുന്നു. അത്രയും ഒരു കാരുണ്യം ഭഗവാൻ അവരോട് കാണിക്കുന്നു. പക്ഷേ ഈ ദേവന്മാർക്ക് ഇതിൻ്റെ രഹസ്യം മനസ്സിലായില്ല. ഈ ഇടയ ബാലന്മാർ ജാതി കൊണ്ടൊക്കെ വളരെ താഴ്ന്നവരാണെന്ന് കരുതപ്പെടുന്ന ആളുകൾ, അവരുടെ കൂടെ ഇരുന്ന് ഭഗവാൻ ഈ വൃത്തിയും വെടിപ്പുമില്ലാത്ത ഭക്ഷണം എന്തുകൊണ്ടാണ് കഴിക്കുന്നത്? ഭഗവാൻ തന്നെ പ്രാകൃതനായിട്ട് മാറിപ്പോയോ? ഈശ്വരത്വം മറന്നുപോയോ എന്ന് ഒക്കെ അവരുടെ ഉള്ളിൽ ശങ്കയുണ്ടാകുമ്പോൾ അവിടെ ഭഗവാന്റെ ആ കളികൾ കാണാൻ വേണ്ടിയിട്ട് സാക്ഷാത് ബ്രഹ്മദേവൻ വരികയാണ്. അംഭോ ജന്മജനി തദന്തരഗതോ മായാത്മകസ്യേശുദുർ ദ്രഷ്ടും മഞ്ജു മഹിത്വം അന്യതപി തദ്വത്സാനിതോ വത്സപാൻ നിത്വ അന്യത്ര. ബ്രഹ്മാവ് വിചാരിക്കുകയാണ്, ഭഗവാന്റെ ഈ മായാവിലാസങ്ങൾ, ഈ അത്ഭുതകരമായ കളികളൊക്കെ തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ്, ഒന്നിനൊന്ന് മനോഹരമാണ്. അപ്പോൾ ഒന്നുകൂടി ഭഗവാന്റെ കളി കുറച്ചുകൂടി വിശേഷമായിട്ട് കാണണമെങ്കിൽ എന്തെങ്കിലും ചില പണികൾ ഒപ്പിച്ചാൽ മതിയല്ലോ എന്ന് ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്.
ദ്രഷ്ടും മഞ്ജുമഹിത്വം അന്യതപി. മനോഹരമായ ഭഗവാന്റെ മറ്റൊരു മഹിമ കൂടി കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ദൂരെ മേഞ്ഞു നടക്കുന്ന പശുക്കുട്ടികളെയൊക്കെ അദ്ദേഹം തൻ്റെ മായ കൊണ്ട് ഒളിപ്പിച്ചു, സത്യലോകത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ പശുക്കുട്ടികളെ കാണാതായ സമയത്ത് കുട്ടികൾ പറഞ്ഞു, കൃഷ്ണനോട് പറയുകയാണ്, നമ്മുടെ പശുക്കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ, കൺവേട്ടത്തൊന്ന് മാഞ്ഞു പോയി, അവരെ അന്വേഷിക്കണ്ടേ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഭക്ഷണം കഴിക്കുന്ന ഇടത്ത് എഴുന്നേറ്റ് ഓടാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെ ചില ശിഷ്ടാചാരങ്ങളുണ്ട്. ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കവളാർദ്ധപാണിയായിട്ടാണ് ഭഗവാൻ ചോറുരുളയുടെ പകുതി കഴിച്ചിട്ട് ആ കവളത്തിൻ്റെ ചോറുരുളയുടെ പകുതിയും ആ ഇടത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാൻ ഓടി പശുക്കുട്ടികളെ വിളിക്കുകയാണ്. ഓരോന്നിനും പേരുണ്ടായിരിക്കും. ഭഗവാൻ ഓരോരോ പേര് വിളിച്ചു, നന്ദിനി എന്നും സ്വരഭി എന്നും കല്യാണി എന്നും ഒക്കെ പേര് വിളിച്ചിരിക്കുന്ന സമയത്ത് ഓടി വരാനുള്ള പശുക്കുട്ടികളൊന്നും ഓടി വരുന്നില്ല. എന്നാൽ ഇനി അവർ മറ്റെവിടെയും പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ തൻ്റെ കൂട്ടുകാരെ വിവരം അറിയിക്കണ്ടേ എന്ന് കരുതി ഭഗവാൻ തിരിച്ചു വന്ന സമയത്ത് ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഈ കൂട്ടുകാരായ ഈ കുട്ടികളെയും തൻ്റെ മായ കൊണ്ട് മറച്ച് സത്യലോകത്തിൽ മയക്കി കിടത്തുകയാണ്. ആ സമയത്താണ് ഭഗവാൻ ഒന്ന് ചിന്തിച്ചത്, സർവം വിധികൃതം കൃഷ്ണ സഹസാവജഗാമഹ. ഇതെല്ലാം ബ്രഹ്മാവിൻ്റെ ഒരു വേലയാണ്. തന്നെ കൊണ്ട് കളിക്കാനോ തന്നോടൊപ്പം കളിക്കാൻ വേണ്ടിയിട്ടോ ബ്രഹ്മാവിനൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ ബ്രഹ്മാവ് ഒരു ഗോപകുമാരനായിട്ട് കൂടെ വന്നാൽ പോരെ? മറ്റു ദേവന്മാരൊക്കെ വന്നിട്ടുണ്ട്, ഗോപസ്ത്രീകളായിട്ടും ഗോപികമാരായിട്ടും ഗോപന്മാരായിട്ടും ഒക്കെ ദേവന്മാർ അംശാവതാരങ്ങളെടുത്ത് ഭൂമിയിൽ വന്നിട്ടുണ്ട്. ബ്രഹ്മാവിന് ഇങ്ങനൊരു മോഹം ഉണ്ടെങ്കിൽ തന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ഒരു ഗോപകുമാരനായിട്ട് വന്ന് കളിക്കാൻ കൂടിയാൽ മതി. അതിലുള്ള താല്പര്യം താൻ അറിയാതെ വന്ന് തൻ്റെ ഈ തൻ്റെ ഈ കളി കളിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ആ കളി അങ്ങേക്ക് കാണിച്ചു തന്ന് അങ്ങയെ മോദിപ്പിച്ചു, അങ്ങയെ ആനന്ദിപ്പിച്ചു കൊള്ളാം. തഥകൃഷ്ണോ മുദം കർത്തും തന്മാതൃണാം ച കസ്യച. ഭഗവാൻ വിചാരിക്കുന്നു, തന്നോട് ഈ സ്നേഹം കാണിക്കുന്ന തൻ്റെ ഈ ലീലകളിൽ ആനന്ദം കണ്ടെത്തുന്ന ബ്രഹ്മാവിന് ആനന്ദം ഉണ്ടാക്കി കൊടുക്കണം. മാത്രമല്ല തൻ്റെ കൂടെ തന്നെ വിശ്വസിച്ച് പറഞ്ഞയച്ച തൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാർ, അവരുടെ കൂടെ വന്നിട്ടുള്ള പശുക്കുട്ടികൾ, ഈ പശുക്കുട്ടികളുടെയൊക്കെ എണ്ണം അവിടെ ബോധിപ്പിക്കേണ്ടതില്ല. അവരുടെ വീടുകളിൽ ഈ മക്കൾ നഷ്ടപ്പെട്ടു പോയ അമ്മമാർ എത്രമാത്രം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, വേദനയുണ്ടാകും, അവരുടെ മനസ്സ് വിഷമിക്കാൻ പാടുണ്ടോ? അവർക്കും ആനന്ദം കൊടുക്കേണ്ടതല്ലേ? ഈ പശുക്കുട്ടികളുടെ തള്ളപ്പശുക്കൾക്ക് ആനന്ദം കൊടുക്കേണ്ടതല്ലേ? അവരൊക്കെ തൻ്റെ ആളുകളാണ്, തൻ്റെ ബന്ധുക്കളാണ്, സ്വജനങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തൻ്റെ ബന്ധുവായിട്ടുള്ള ബ്രഹ്മാവിനെ, തനിക്ക് പ്രിയപ്പെട്ടവനായ ബ്രഹ്മാവിനെ ആനന്ദിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അത്ഭുതകരമായ തൻ്റെ മായ പ്രയോഗിക്കുകയാണ്. എന്താണ്? യാവത് ഉഭയായുധമാത്മാനം ചക്രേ വിശ്വപതീശ്വര. ഭഗവാൻ തന്നെ പശുക്കളായിട്ടും പശുപാലകന്മാരായിട്ടും മാറുകയാണ്. യാവത് വത്സകൽപകവപുഹു യാവത് കരാഘ്രാധികം യാവത് യഷ്ടി വിഷാണ വേണു ദളശിക് യാവത് വിഭൂഷാംബരം. അങ്ങനെ മാറുമ്പോൾ ഒരു തരത്തിലുള്ള സംശയവും തോന്നാത്ത രീതിയിലാവണം. അവിടെ അമ്മമാർക്ക് ഒരു കുഞ്ഞിനെ കണ്ടാൽ അറിയില്ലേ? എവിടെയെങ്കിലും ഒരു ലക്ഷണം മാറിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും എവിടെയൊക്കെ അവന് അടയാളങ്ങളുണ്ട്. അവൻ്റെ മുടി കെട്ടിവെച്ചത് എങ്ങനെയാണ്, അവൻ്റെ കണ്ണിൻ്റെ നോട്ടം എങ്ങനെയാണ്, അവൻ്റെ ചിരി എങ്ങനെയാണ്. ചില കുട്ടികളുടെ ഒരു പല്ലൊക്കെ പോയിട്ടുണ്ടാവും, അതുപോലെ നുണക്കുഴി ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഉയരം കുറഞ്ഞിട്ടായിരിക്കും, കറുത്തിട്ടായിരിക്കും, വെളുത്തിട്ടായിരിക്കും, തടിച്ചിട്ടായിരിക്കും, മെലിഞ്ഞിട്ടാവാം, ശരീരത്തിൽ മറുകുകളുണ്ടാകും. അതുപോലെ അവരുടെ പശുക്കുട്ടികൾക്കും അങ്ങനെയാണ്. വെള്ള പശു ഉണ്ടാകും, കറുത്ത പശു ഉണ്ടാകും, പുള്ളി ഉള്ളതുണ്ടാകും, കൊമ്പ് മുളക്കാൻ തുടങ്ങിയതുണ്ടാകും, മുളക്കാത്തതുണ്ടാകും, വലുപ്പവും ചെറുപ്പമൊക്കെ ഉണ്ടാകും, വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇങ്ങനെയുള്ള ഈ വ്യത്യാസങ്ങളൊക്കെ തന്നെ അതേപടി ഭഗവാൻ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഭഗവാൻ വീണ്ടും ഒരു പുതിയ തൻ്റെ തന്നെ ദിവ്യ ശരീരത്തെ പശുക്കുട്ടികളാക്കിയിട്ടും പശുപാലന്മാരാക്കിയിട്ടും മാറ്റിക്കൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ ആ പരീക്ഷണത്തെ ഭഗവാൻ നേരിടുന്നത്. എന്നിട്ടോ സ്വയം ആത്മഗോവത്സാൻ പ്രതിവാര്യ ആത്മവത്സപൈഹി ക്രീഡൻ ആത്മവിഹാരൈശ്ച സർവാത്മാ പ്രാവിശത് വ്രജം. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഭഗവാൻ എല്ലാം ഭഗവാൻ തന്നെ. ഭഗവാന്റെ 100,000 സ്വരൂപങ്ങൾ ലോകമെമ്പാടും കാണുന്ന എല്ലാ ജീവജാലങ്ങളിലും ഭഗവാന്റെ ചൈതന്യമാണല്ലോ. ഈ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട. യസ്യ ഭ്രൂഭംഗമാത്രേണ വിശ്വം സർവമിതം തതം.
തൻ്റെ പുരികക്കോടി ഒന്നനക്കിയാൽ ആ ചില്ലുവില്ലാട്ടം കൊണ്ട് ഭഗവാന് അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാക്കാനും അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ഭഗവാന് സാധിക്കുമെന്നാണ്. അങ്ങനെയുള്ള ആ ലീലാപുരുഷനാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ തന്നെ പലതായി തീർന്നുകൊണ്ട് സൃഷ്ടിയിൽ അങ്ങനെയാണ് ഉപനിഷത്തുകൾ പറയുന്നു, ഏകോഹം ബഹുസ്യാം പ്രജായേയാം, ഏകനായിരിക്കുന്ന ഞാൻ പലതായി തീരാം എന്നുള്ള സങ്കല്പം കൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ ഭഗവാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഭഗവാൻ അല്ലാതെ ഈ ലോകത്തിൽ ഒന്നുമില്ല. നമ്മളൊക്കെ തന്നെ ആ ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ അംശങ്ങൾ തന്നെയാണ്. ഇത് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പലതായി തീർന്നുകൊണ്ട് അവരുടെ ഗ്രഹങ്ങളിലേക്ക് അവരവരുടെ ഗോശാലകളിലേക്ക് അതാത് പശുക്കുട്ടികളെ കൊണ്ടുചെന്ന് കെട്ടി അതാത് പശുക്കുട്ടി അതാത് തള്ളപ്പശുവിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുചെന്ന് ഭഗവാൻ നിർത്തുന്നു. അതുപോലെ അതാത് ഗോപകുമാരന്മാർ അവരവരുടെ അച്ഛനമ്മമാരെ കാണാൻ വേണ്ടി പോകുന്നു. ദാവസ്തോ ഗോഷ്ഠമുപേത്യ സത്വരം ഹുങ്കാരഘോഷൈ പരിഹൂത സംഗതാൻ സ്വകാൻ സ്വകാൻ വത്സതരാൻ അപായയൻ മുഹുർലിഹന്ത്യ സ്രൗദൗധസംഭയ. പശുക്കൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആത്മനിർവൃത്തി ഉണ്ടായി. കാരണം തൻ്റെ കുട്ടിയാണ് എന്ന് കരുതിയിട്ടാണെങ്കിൽ പോലും തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപമാണ്. സത്ത് ചിത്ത് ആനന്ദം, ആനന്ദ സ്വരൂപനായിരിക്കുന്ന കൃഷ്ണനാണ് വന്നിട്ട് പശുക്കുട്ടിയായിട്ട് വന്നിട്ട് തൻ്റെ ശരീരത്തിന് മുട്ടി ഒരുമി നിൽക്കുന്നത്. അനിർവചനീയമായ അവാച്യമായ ആനന്ദമുണ്ടായി. ആ ഭഗവാന്റെ ശരീരത്തെ, പശുക്കുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവാന്റെ ശരീരത്തെ ആ തള്ള പശുക്കൾ നക്കി തുടക്കുമ്പോൾ അമൃതം നുണയുന്നത് പോലെയുള്ള മാധുര്യം അവർക്കുണ്ടായി, ആനന്ദ നിർവൃതി ഉണ്ടായി. വീണ്ടും വീണ്ടും നക്കി തുടച്ചിട്ട് അവർക്ക് തൃപ്തി വരുന്നില്ല. ഭഗവാൻ ആ പശുക്കളുടെ തള്ളപ്പശുക്കളുടെ അകിടിൽ മുട്ടി അതിൻ്റെ പാല് മുട്ടി മുട്ടി കുടിക്കാൻ തുടങ്ങുന്നു. അവർ അതിലും ധന്യധന്യന്മാരായിട്ട് മാറുന്നു. എന്തെന്നില്ലാത്ത ഒരു വാത്സല്യം ഉണ്ടാകുന്നു. അതുപോലെ ഈ ഗോപകുമാരന്മാർ വീടുകളിൽ സന്ധ്യാസമയത്ത് ചെല്ലുന്ന സമയത്ത് അച്ഛനമ്മമാരുടെ സ്വഭാവം എന്താടാ നീ വൈകിയത് എന്ന് വെച്ചിട്ട് വടിയെടുത്തിട്ട് ചന്തിക്ക് ഒരു അടി കൊടുക്കും, ചെവി പിടിക്കും. ഇന്നത്തെ അച്ഛനമ്മമാരെ പോലെയല്ല പണ്ട്. എന്തെങ്കിലും പറഞ്ഞ് ശകാരിക്കുക, ദേഷ്യപ്പെടുക. ഇതൊക്കെ കാണിക്കുന്ന അച്ഛനമ്മമാർക്ക് തൻ്റെ മകനായിട്ട് വന്നിരിക്കുന്നത് സാക്ഷാൽ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും അവരറിയാതെ ഈശ്വര സാമീപ്യം, ഭഗവാന്റെ സാമീപ്യം ഉണ്ടായപ്പോൾ അവരും അത്യാനന്ദത്തിലേക്ക് അവർ ലയിച്ചു പോയി. മക്കളെ ഓടി വന്ന് അവർ വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്ത് ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. സ്നേഹത്തോടു കൂടി ആലിംഗനം ചെയ്യുന്നു, ഉമ്മ വയ്ക്കുന്നു, അവരെ സ്നാനം ചെയ്യിപ്പിക്കുന്നു, അലങ്കാരം ചെയ്യിപ്പിക്കുന്നു, ഉടുപ്പൽ അണിയിപ്പിക്കുന്നു. എന്നിട്ട് ഭക്ഷണം, ഇഷ്ടഭോജനം നൽകുന്നു, അവരെ പാടി ഉറക്കുന്നു. അവരുടെ തൽപ്പത്തിൽ ഇരുന്ന് പുറത്ത് തട്ടി അവരെ ഉറക്കിയിട്ട് അവരുടെ ആ ദൂരെ നിന്നുകൊണ്ട് അവരുടെ ആ സൗന്ദര്യം അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അവർ അനുഭവിച്ചു എന്നാണ്. ഭഗവാൻ ഈ ഗോപികമാർക്കും ഈ തള്ളപ്പശുക്കൾക്കും തൻ്റെ സാമീപ്യത്തിൻ്റെ സ്പർശനത്തിൻ്റെ ദിവ്യമായ അനുഭൂതി പകർന്നു കൊടുത്ത് അവരോട് ഭഗവാൻ സ്നേഹം കാണിച്ചു, കാരുണ്യം കാണിച്ചു എന്നുള്ളതാണ്. ബ്രഹ്മാവ് ഇതിനൊരു അവസരമുണ്ടാക്കി. ബ്രഹ്മാവ് അതിനൊരു കാരണമായി തീർന്നു എന്നേ ഉള്ളൂ. ഭഗവാൻ ഇവരോടുള്ള പരമപ്രേമമാണ്, വാത്സല്യമാണ് ഭഗവാൻ അവിടെ പ്രകടിപ്പിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വർഷക്കാലം എന്തുകൊണ്ട് താവതേത്യ ആത്മഭൂരാത്മമാനേന തൃട്യനേഹസ പുരോവതബ്ദം ക്രീഡന്തം ദർശേ സകലം ഹരിയും. ഭൂമിയിൽ ഒരു ത്രുടി നേരം, ഒരു നിമിഷത്തിൻ്റെ അനേകം അംശങ്ങളിലൊന്നാണ് ഒരു ത്രുടി. ആ ഒരു ത്രുടി സമയം ഭൂമിയിലുള്ളത് ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവിൻ്റെ ഒരു ത്രുടി നേരം ഭൂമിയിൽ വരുമ്പോഴേക്കും അത് ഒരു വർഷമായിട്ട് മാറും. മനുഷ്യരുടെ ഒരു വർഷക്കാലമാണ് ദേവന്മാരുടെ ഒരു ദിവസം. ഇപ്പോൾ 360, നമുക്ക് 360 ദിവസമാകുമ്പോഴാണ് ദേവന്മാർക്ക് ഒരു ദിവസമാകുന്നത്. ബ്രഹ്മലോകത്തിൽ അതിലും പെട്ടെന്നാണ് കാലം മുന്നോട്ട് പോവുക. നമ്മുടെ ഒരു കൽപ്പമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്. അതൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആ കാലഗണനയെക്കുറിച്ചൊക്കെ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ത്രുടി എന്ന് പറയുന്ന ഒരു നിമിഷത്തിൻ്റെ അനേകം അംശങ്ങളിൽ ഒന്ന് കഴിഞ്ഞു പോകുമ്പോഴേക്കും മനുഷ്യലോകത്തിൽ ഒരു വർഷം കഴിഞ്ഞു. ബ്രഹ്മാവ് ഇതൊക്കെ ചെയ്തിട്ട് ഭഗവാനെ കാണാൻ വേണ്ടി വരുമ്പോൾ അവിടെ കാണുന്നത് എന്താണ് എന്ന് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഈ പശുക്കുട്ടികളായിട്ടും പശുപ ബാലന്മാരായിട്ടും വൃന്ദാവനത്തിൽ ഒരു വർഷക്കാലം പശുക്കളെ മേച്ചും ആ വൃന്ദാവനത്തിലെ പുല്ല്, കറുക പുല്ലിൻ്റെ സ്വാദ് നുണഞ്ഞുകൊണ്ടും അവിടുത്തെ ആ തള്ളപ്പശുക്കളുടെ അകിടിൽ മുട്ടി കുടിച്ചുകൊണ്ടും ഭഗവാൻ അവിടെ ലീലകളാടി.
ഒരു വർഷം കഴിയാറാകുന്ന സമയത്ത് ഒരു അത്ഭുത സംഭവം ഉണ്ടായി. പശുക്കുട്ടികളെ മേച്ചുകൊണ്ട് ഭഗവാൻ തന്നെ എല്ലായിടത്തും ഇങ്ങനെ പശുക്കുട്ടികളെ മേച്ചു നടക്കുന്നു. അപ്പോൾ തള്ളപ്പശുക്കൾ, മുതിർന്ന ഗോപന്മാർ തള്ളപ്പശുക്കളെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിലൂടെ ആ പശുക്കൾ ഇങ്ങനെ നിരനിരയായിട്ട് പോയി നല്ല ധാരാളം പുല്ലുകളുടെ സ്ഥലത്തൂടെ അവർ സഞ്ചരിക്കുമ്പോൾ ആ കുന്നിൻ്റെ താഴ്വരയിൽ തൻ്റെ മക്കൾ മേഞ്ഞു നടക്കുന്നതായിട്ട് കാണുമ്പോൾ ഈ ഗോപന്മാർ ഈ പശുക്കളുടെ കയ്യിൽ അവർ മൂക്കിൽ കയറിട്ട പശുക്കളുണ്ട്, കയറി പിടിച്ചിട്ടുണ്ട്, അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പക്ഷേ ആ നിയന്ത്രണത്തെ ഭേദിച്ചുകൊണ്ട് ഹുങ്കാര ശബ്ദം ചെയ്തുകൊണ്ട് ഈ പശുക്കൾ എല്ലാ തടസ്സങ്ങളെയും തട്ടി മാറ്റിക്കൊണ്ട് ചാടി വന്ന് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന് അവരവരുടെ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിട്ട് ചെന്ന് അവരോട് ചേർന്ന് നിൽക്കുന്നു. അവരെ മുലപ്പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ നക്കി തുടച്ച് എന്തെന്നില്ലാത്തൊരു പ്രേമ വൈവശ്യം ഈ തള്ളപ്പശുക്കൾ കാണിക്കുന്നു. അപൂർവമായൊരു സ്നേഹവായ്പ് കാണിച്ചു. അപ്പോൾ ഈ ഗോപന്മാരും പശുക്കളെ പിടിക്കാൻ വേണ്ടി കൂടെ വന്നിട്ട് അവർ ഇതിനെ അടി കൊടുക്കാൻ വേണ്ടി വടിയൊക്കെ എടുത്തിട്ട് വന്നവരാണ്. പക്ഷെ വടിയെടുത്തിട്ട് ഈ പശുവിനെ അടിക്കാൻ വേണ്ടി നോക്കിയെങ്കിലും അവിടെ കാണുന്നത് തൻ്റെ മക്കളെ അവിടെ കാണുന്നു. ആ മക്കളെ കാണുമ്പോൾ അവർ ഈ പശുക്കളുടെ കാര്യം മറന്നുപോയിട്ട് സ്വന്തം മക്കളെ ചെന്ന് വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ലാളിക്കുന്നു. അപ്പോൾ ഈ ദൃശ്യം, അപൂർവമായി ഈ ദൃശ്യം കണ്ടിട്ട് ബലരാമൻ ഭഗവാന്റെ സഹോദരനായിട്ട് ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ബലരാമസ്വാമിക്ക് സംശയമുണ്ടായി. തീർച്ചയായിട്ടും കിമേത് അത്ഭുതമിവ വാസുദേവേ ഖിലാത്മനി, ഭഗവാനിൽ ഇത് അത്ഭുതമല്ല, ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും ഭഗവാൻ കാണിക്കാറുണ്ട്. വ്രജസ്യ സാത്മനസ്തോകേഷു അപൂർവം പ്രേമവർദ്ധത്തെ, സ്വന്തം മക്കളോട് ഈ വൃന്ദാവനത്തിൽ ഈ വ്രജഭൂമിയിൽ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും സ്വന്തം മക്കളോട് ഇത്രയധികം വാത്സല്യം വർദ്ധിച്ചു വരുന്നത് എന്താണ്? ഇത് ഭഗവാന്റെ മായയായിരിക്കും, അല്ലാതെ മറ്റൊന്നും ആകാൻ വഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് ദേവന്മാരുടെയോ അസുരന്മാരുടെയോ ഏതെങ്കിലും മായയായിരിക്കും, അല്ല എൻ്റെ പ്രഭുവായിരിക്കുന്ന ഭഗവാന്റെ മായയാണോ എന്ന് ചിന്തിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് ചോദിച്ചു. നൈതേ സുരേഷ ഋഷയോ ന ചൈതേ ത്വമേവ ഭാസീശ ഭിതാശ്രയേപി സർവം പൃഥക്ത്വം നിഗമാത് കഥം വദേത്യുക്തേന വൃത്തം പ്രഭുണാ ബലോപയേത്. ഭഗവാനെ ഭേദബുദ്ധിയോടുകൂടി കാണുന്നതെല്ലാം തന്നെ അങ്ങയുടെ ചൈതന്യമാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഈ വ്രജഭൂമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങ് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അവരിൽ മായ പ്രയോഗിച്ചിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ജ്യേഷ്ഠ അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ ബ്രഹ്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബ്രഹ്മാവിനെ നമ്മുടെ കളിയുടെ ഭാഗമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു വിദ്യയാണ്. അദ്ദേഹം എന്നെ കളിപ്പിക്കാൻ നോക്കി, ഞാൻ അദ്ദേഹത്തെയും കളിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ബലരാമനും പൂർണ്ണമായിട്ട് കാര്യം പിടികിട്ടിയത്. അങ്ങനെ ഒരു വർഷം, മനുഷ്യലോകത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ താൻ മറച്ച് വെച്ചാൽ താൻ അപഹരിച്ചു കൊണ്ടുപോയ പശുക്കുട്ടികളും ആ ഇടയബാലന്മാരും അതേപോലെ പുനഃസൃഷ്ടിക്കപ്പെട്ട് അവിടെ കാണുന്നു. അവരെ താൻ അവിടെ മയക്കി കിടത്തിയിട്ടുണ്ട്. അത് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്കിലും അവരെ ഇപ്പോൾ ഇവിടെ വീണ്ടും കാണുന്നു, അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ കാണുന്നു. ഇതെന്തൊരു അത്ഭുതമാണ് എന്ന് ചിന്തിച്ച് ഒരു നിമിഷം അദ്ദേഹം കണ്ണടച്ച് ചിന്തിച്ച് വീണ്ടും ഈ ഗോപകുമാരന്മാരെ നോക്കിയപ്പോൾ അവിടെ അവരെ കണ്ടത് വിദൃശ്യന്ത ഘനശ്യാമാഹ പീതകൗശേയ വാസസ. അവരെയൊക്കെ ബ്രഹ്മാവ് കാണുന്നത് ഘനശ്യാമന്മാരായിട്ട്, മേഘശ്യാമന്മാരായിട്ട് എല്ലാവരെയും കൃഷ്ണരൂപത്തിലാണ് കാണുന്നത്. പീതകൗശേയ വാസസ, മഞ്ഞപ്പട്ട് കൊടുത്തിട്ടാണ് കാണുന്നത്. ചതുർഭുജാഹ ശംഖചക്ര ഗദാ രാജീവ പാണയ, എല്ലാവർക്കും 4 കൈകളുണ്ട്. ശംഖവും ചക്രവും ഗദയും പങ്കജവും അവർ ധരിച്ചിട്ടുണ്ട്. ശ്രീവത്സവും കൗസ്തുഭവും അവർ അണിഞ്ഞിട്ടുണ്ട്. അതുപോലെ നൂപുരങ്ങളുണ്ട്, കടകങ്ങളുണ്ട്, കങ്കണമുണ്ട്, കേയൂരമുണ്ട്, അങ്കദമുണ്ട്, ധാരാളം രത്നഹാരങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, വനമാല അണിഞ്ഞിട്ടുണ്ട്. എല്ലാ ലക്ഷണങ്ങളോടും കൂടിയിരിക്കുന്ന സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ അനേകം രൂപങ്ങളാണ് ഈ ഇടയബാലന്മാരിൽ അദ്ദേഹം തെളിഞ്ഞു കണ്ടത്. എന്ന് മാത്രമല്ല, അവർക്ക് ചുറ്റുമായിട്ട് ഭഗവാന്റെ പാർഷദന്മാർ ചുറ്റും നിൽക്കുന്നു. ഭക്തന്മാർ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നു. അണിമാദ്യൈഹി മഹിമഭിഹി അജാദ്യാഭിർ വിഭൂതിഭിഹി. ഏതൊക്കെ വിഭൂതികൾ, ഏതൊക്കെ അഷ്ടൈശ്വര്യ സിദ്ധികൾ, അണിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം മുതലായിട്ടുള്ള
അഷ്ടൈശ്വര്യ സിദ്ധികളൊക്കെ രൂപം ധരിച്ചുകൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ജയൻ, വിജയൻ, കുന്ദൻ, കുമുദൻ മുതലായിട്ടുള്ള വിശ്വക്സേനൻ, ഗരുഡൻ മുതലായിട്ടുള്ള എല്ലാ ഭഗവാന്റെ പാർഷദന്മാരും ചുറ്റും നിന്നുകൊണ്ട് ഭഗവാനെ സേവിച്ചു ആ ദിവ്യ സ്വരൂപത്തെ ഓരോ ഇടയ ബാലനിലും ബ്രഹ്മാവ് കാണുകയാണ്. ബ്രഹ്മാവ് അത് കണ്ട് പകച്ചു നോക്കി നിൽക്കുകയാണ്. ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ അതിപ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്, വേദാന്ത ഗ്രന്ഥം, ശ്രീകൃഷ്ണ ഭക്തിപരമായിട്ട് എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ ഈ രംഗത്തെ അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. ബ്രഹ്മാണ്ടാനി ബഹൂനി പങ്കജഭവാൻ പ്രത്യണ്ഡ മത്യദ്ഭുതാൻ ഗോപാൻ വത്സവിതാൻ അദർശയത് അജം വിഷ്ണൂൻ അശേഷാംശയ ശംഭുര്യച്ചരണോദകം സ്വശിരസാധത്തെ ച മൂർത്തിത്രയാത് കൃഷ്ണോ വൈ പൃഥഗസ്തി കോപ്യവികൃത സച്ചിന്മയോ നീലിമ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യം പറയുന്ന ശങ്കരാചാര്യ സ്വാമികളുടെ പ്രബോധ സുധാകരം എന്ന് പറയുന്ന വിശിഷ്ടമായ ഗ്രന്ഥമുണ്ട്. വേദാന്തത്തെയാണ് പറയുന്നതെങ്കിലും ആ വേദാന്തത്തിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടുന്ന നിത്യസത്യ വസ്തു എന്താണ്? സച്ചിന്മയോ നീലിമ, സത്തിൻ്റെയും ചിത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്ന ആ നീല വെളിച്ചമാണ്, നീലവർണ്ണ സ്വരൂപനായ ഭഗവാനാണ് എന്ന്. തസ്മാത് അവതാരാണാം അന്തര്യാമി പ്രവർത്തക കൃഷ്ണ. എല്ലാ അവതാരങ്ങളും, അസംഖ്യമായ വൈഷ്ണവ അവതാരങ്ങളുടെയും പ്രവർത്തകനായിരിക്കുന്നത് ആരാണ്? ഈ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ബാക്കി എല്ലാം അംശങ്ങളും കലകളും പൂർണ്ണാവതാരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. പരമപുരുഷൻ തന്നെയാണ് വൃന്ദാവനത്തിൽ കൃഷ്ണനായിട്ട്, മധുരയിൽ കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത് എന്ന്. ഭഗവാൻ അവതാരമല്ല, അവതാരി ആണ്. എല്ലാ അവതാരങ്ങളുടെയും പ്രഭവ കേന്ദ്രം നിത്യസത്യസ്വരൂപനായിരിക്കുന്ന ഗോലോകമൂർത്തിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നു. നാരായണ ഭട്ടതിരി പറഞ്ഞിരിക്കുന്നു. നിരവധി പുരാണങ്ങൾ അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെ ആ ബ്രഹ്മാവ് തൻ്റെ തന്നെ നാഥനായിരിക്കുന്ന ഭഗവാന്റെ അനേകം സ്വരൂപങ്ങളെ കണ്ടപ്പോൾ ആ അനേകം വിഷ്ണു സ്വരൂപങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നും വരുന്ന താമരപുഷ്പവും അതിൽ ഇരുന്ന് ധ്യാനം ചെയ്യുന്നതായ ബ്രഹ്മാക്കന്മാരെയും കണ്ടു. ഓരോ ബ്രഹ്മാവ് ഓരോ ബ്രഹ്മാണ്ടത്തിൻ്റെ അധീശന്മാരാണ്. ചതുർമുഖനായിട്ട്, ശതമുഖനായിട്ട്, ദശമുഖനായിട്ടുള്ള അനേകം ശിരസ്സുകളോട് കൂടിയിരിക്കുന്ന ബ്രഹ്മാക്കന്മാർ അതാത് വൈകുണ്ഠമൂർത്തിയുടെ നാഭിയിൽ ഇരുന്നു കൊണ്ട് വിശ്വത്തെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള അത്ഭുതകരമായ ദൃശ്യങ്ങൾ കണ്ട് ഇദ്ദേഹം വലിയ അത്ഭുതത്തോടു കൂടിയിട്ടും ഭഗവാനോടുള്ള അനിർവചനീയമായിട്ടുള്ള ഭക്തിവിശേഷത്തോടു കൂടിയിട്ടും ഭയത്തോടു കൂടിയിട്ടും ഈ ഭഗവാനെയാണല്ലോ, കോടി ബ്രഹ്മാണ്ട നായകനായ ഈ ഭഗവാനെയാണല്ലോ ഞാൻ എൻ്റെ കൂടെ ഒരു കളിക്കൂട്ടുകാരനായിട്ട് കിട്ടണം, അല്ലെങ്കിൽ ആ ഭഗവാനെ ഒന്ന് കളിപ്പിക്കണം, ഒന്ന് പറ്റിക്കണം, ഭഗവാനെ ഒന്ന് കബളിപ്പിക്കണം എന്ന് കരുതിയിട്ട് ഞാനൊരു വികൃതിത്തരം ചെയ്തത് ഭഗവാൻ പൊറുക്കുമോ എന്ന് പോലുമുള്ള ഒരു ഭീതി ബ്രഹ്മാവിലുണ്ടായി. അതുകൊണ്ട് ഭഗവാനെ ചെന്ന് നമസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഭഗവാൻ തൻ്റെ പശുക്കുട്ടികളെ മേച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. ഓടി നടക്കുന്ന ആ പശുപ വംശ ശിശുത്വ നാട്യം ചെയ്യുന്ന ഭഗവാന്റെ മുന്നിൽ ചെന്ന് താഴെ വീണ് നമസ്കരിക്കുകയാണ്. എങ്ങനെയാണ്? കനകദണ്ഡ ഇവാഭിവാത്യ, ഒരു സ്വർണത്തിൻ്റെ വടി ഇങ്ങനെ വെച്ചിട്ട് ലംബമായി വെച്ചിട്ട് അത് വിട്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണോ താഴെ വീഴുന്നത്, അതുപോലെ ഈ ബ്രഹ്മാവ്, നാൻമുഖനായ ബ്രഹ്മാവ് ഭഗവാന്റെ പാദങ്ങളിലേക്ക് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് അങ്ങ് വീഴുകയാണ് ചെയ്തത്. എന്നിട്ടോ ശനൈരഥോത്ഥായ വിമൃജ്യ ലോചനെ മുകുന്ദമുദ്വീക്ഷ വിനമ്രകന്ധര. ഭഗവാന്റെ കാലിൽ നമസ്കരിച്ച ശേഷം ഭഗവാൻ തന്നോട് കാരുണ്യം ചെയ്യുമോ, അതോ ഭഗവാന്റെ കണ്ണിൽ കോപമാണോ കാരുണ്യമാണോ ഭഗവാൻ തന്നോട് കാണിക്കുക എന്ന ആശങ്കയോടുകൂടി തല ഉയർത്തിയിട്ട് ഭഗവാനെ നോക്കി. ഭഗവാന്റെ നിസ്സംഗഭാവം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ണീരുണ്ടായി. കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദങ്ങൾ നനച്ചു. അതിനുശേഷം തൻ്റെ ഒരു ശിരസ് കൊണ്ട് മാത്രമല്ലേ നമസ്കരിച്ചിട്ടുള്ളൂ, തനിക്ക് 4 ശിരസ് ഉണ്ടല്ലോ. ചതുർമുകുട്ടകോടിഭിരംഘ്രിയുഗ്മം നത്വ, 4 ശിരസ് കൊണ്ടും അദ്ദേഹം നമസ്കരിച്ചു. തിരിഞ്ഞു മറിഞ്ഞ് ഉരുണ്ട് ആണ് ഭഗവാനെ 4 ശിരസ് കൊണ്ടും അദ്ദേഹം നമസ്കരിക്കുന്നത്. ആ 4 ശിരസുകളായിട്ടുള്ള 8 കണ്ണുകളും നിറഞ്ഞൊഴുകി ഭഗവാന്റെ പാദങ്ങളെ അകൃതാഭിഷേകം, ഭഗവാന്റെ പാദങ്ങളെ അതുകൊണ്ട് കഴുകി. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു പാദപ്രക്ഷാളനം എന്ന് പറയുന്നത് ഭക്തൻ തൻ്റെ കണ്ണീര് കൊണ്ട് ഭഗവാന്റെ കാല് കഴുകുമ്പോഴാണ്.
അല്ലാതെ നമ്മൾ ശുദ്ധ ഗംഗാതീർത്ഥം കൊണ്ട് കഴിക്കാനും ഭഗവാന് അത്രയും തൃപ്തിയാവില്ല. കാരണം അവിടെയൊക്കെ അഹന്ത പ്രവർത്തിക്കും. അഹന്തയോടുകൂടി ചെയ്യുന്ന പൂജയേക്കാൾ എത്രയോ വിശിഷ്ടമാണ് അഹങ്കാരത്യാഗം ചെയ്തിട്ട് ഭഗവാനെ ഞാൻ അങ്ങയുടെ മുന്നിൽ ആരുമല്ല. നമ്മുടെ നമസ്കാരത്തിൻ്റെ അർത്ഥം അതാണ്. നമ്മളെക്കാൾ മുതിർന്ന ആളുകളെ നമസ്കരിക്കുമ്പോഴും ജ്ഞാനികളെ നമസ്കരിക്കുമ്പോഴും ഋഷിമാരെ നമസ്കരിക്കുമ്പോഴും സ്വാമിമാരെ നമസ്കരിക്കുമ്പോഴും സാക്ഷാൽ ഭഗവാനെ നമസ്കരിക്കുമ്പോഴും നമ്മുടെ ഭാവം എന്താണ്? ഭഗവാനെ അങ്ങയുടെ മുന്നിൽ ഞാൻ ആരുമല്ല, ഞാൻ വെറും ശൂന്യനാകുന്നു, നിർധനനാകുന്നു, ഞാനൊരു അകിഞ്ചനനാകുന്നു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊന്നും എൻ്റേതല്ല, അങ്ങ് എനിക്ക് തന്നെ അനുഗ്രഹിച്ചത് തന്നെ അതിൻ്റെ ഒരു അംശം ഞാൻ അങ്ങക്ക് തരുന്നു നിവേദ്യമായിട്ട്, കദളിപ്പഴമായിട്ട്, പാൽപ്പായസമായിട്ട്, നെയ്പായസമായിട്ട്. അങ്ങനെയല്ലേ അതൊന്നും നമ്മുടെ അല്ലല്ലോ വാസ്തവത്തിൽ, നമ്മുടേതാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ അധ്വാനിച്ചാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഭഗവാന്റെ ആ കടാക്ഷം അതിൽ പതിയണം. സ്വലക്ഷണ വിലക്ഷിതൈഹി ഇമേ ജനപദ സുഹൃദ്ധാഹ സുവക്കൗഷധിവീരുത ആണ് കുന്തിദേവി പറയുന്നത് തൻ്റെ സ്തുതിയിൽ. വനാനി നദ്യുതന്നന്തോ ഹേതന്തേ തവ വീക്ഷിതൈഹി. ഈ നദികളും ഈ കായലുകളും ഈ തടാകങ്ങളും ഈ സമുദ്രങ്ങളും ഈ പർവ്വതങ്ങളും ഈ വനങ്ങളും ഒക്കെ തന്നെ സസ്യശ്യാമള കോമളമായിട്ടും സമൃദ്ധി നിറഞ്ഞതായിട്ടും മാറുന്നത് എന്തുകൊണ്ടാണ്? ഹേതന്തേ തവ ഭഗവാൻ അതിൽ കൃപാ രശ്മികളെ ഭഗവാൻ പൊഴിക്കുന്ന സമയത്താണ് അവ വികസിക്കുന്നത്, അവ പുഷ്പിക്കുന്നത്, അവ കായ്ക്കുന്നത്, അവ തളിർക്കുന്നത്. നമ്മുടെ ജീവിതവും തളിർക്കുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും ഭഗവാന്റെ കാരുണ്യ കടാക്ഷങ്ങളെ കൊണ്ട് മാത്രമാണ്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പ്രവർത്തനശേഷി കൊണ്ടല്ല, നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല. നമ്മൾ സമർത്ഥരല്ല, നമ്മൾ പ്രഭുവല്ല. പ്രഭു ആരാണ്? ഭഗവാൻ മാത്രമാണ് എല്ലാറ്റിലും പ്രഭുവായിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്ക് സ്വാധീനത്തിലുള്ള നമ്മുടെ ശരീരം മാത്രമാണ്. ഈ ശരീരം ആ ഭഗവാന്റെ പാദകമലങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു, ഭഗവാൻ ഈ ശരീരവും അങ്ങയുടേതാകുന്നു എന്ന് പറഞ്ഞ് എപ്പോഴാണോ നമ്മുടെ സമർപ്പണം പൂർണ്ണമാകുന്നത്, നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണീർ കണം ഭഗവാന്റെ പാദങ്ങളിൽ പതിക്കുന്നത്, അപ്പോഴാണ് ഭഗവാൻ നമ്മളെ സ്വീകരിക്കുന്നത്, പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നത്. ഭഗവാൻ ഇവൻ എൻ്റേതാകുന്നു, ഇവൻ എൻ്റെ ആളാകുന്നു, ഞാൻ തന്നെയാകുന്നു എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്വീകരിക്കുന്നത് ആ ഒരു സമർപ്പണ ബുദ്ധിയിലാണ് എന്ന് കാണിക്കുകയാണ്. ആ ബ്രഹ്മാവ് പോലും നമുക്കിത് കാണിച്ചു തരികയാണ്. വാസ്തവത്തിൽ ബ്രഹ്മാവിന് നമ്മളെപ്പോലെയുള്ള ആ മായാമോഹമൊന്നുമില്ല, നമ്മൾക്കുള്ള അത്രയും ബന്ധനം ബ്രഹ്മാവിനില്ല. എങ്കിൽ പോലും ഏറ്റവും ഉത്കൃഷ്ട ഭഗവാന്റെ സൃഷ്ടികളിൽ, ഭഗവാന്റെ ചൈതന്യങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ചൈതന്യം ആരാണ്? ബ്രഹ്മാവ് തന്നെയാണ്. ആ ബ്രഹ്മ തൃണപര്യന്തം എന്നാണ് പറയുക. സകല ജീവജാലങ്ങളെയും ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവസമൂഹത്തെയും സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന പൗരാണികമായ വാക്യം എന്താണ്? ആ ബ്രഹ്മസ്തംഭപര്യന്തം. ബ്രഹ്മാവ് മുതൽക്ക് ഇവിടെയുള്ള ചെറിയ പുല്ല് വരെയുള്ള ജീവജാലങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ജീവി പ്രാണി ആരാണ്? ബ്രഹ്മാവാണ്. പക്ഷെ ആ ബ്രഹ്മാവ് പോലും ഈ ഭഗവാന്റെ മുന്നിൽ ഒരു സാധാരണ പ്രാണിയെപ്പോലെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭഗവാന്റെ പാദങ്ങൾ വീണ് സ്വയം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലുള്ള രജോഗുണികളായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള പാപവും പുണ്യവും മിശ്രകർമ്മങ്ങളും ചെയ്ത് പല പല ശരീരങ്ങളെടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന ഈ ജീവാത്മാക്കളൊക്കെ തന്നെ ഈ ഭഗവാന്റെ പാദങ്ങളിൽ ഇതുപോലെ വീഴേണ്ടതല്ലേ? ഇതുപോലെ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പാപകർമ്മങ്ങൾ ഭഗവാന്റെ മുന്നിൽ ഈ കണ്ണീരൊഴുക്കുന്നതിലൂടെ ആ പാപത്തെ നമ്മൾ ഒഴുക്കി കളയേണ്ടതല്ലേ എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് വേദവ്യാസ മഹർഷി. അങ്ങനെ ഗദ്ഗതത്തോട് കൂടിയിട്ട് തൊണ്ട ഇടറിക്കൊണ്ട് കണ്ണീരണിഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുകയാണ്. എന്താണ് ആ സ്തുതിയുടെ മാധുര്യം എന്ന് പറയുന്നത്? അവാച്യമായൊരു അനുഭൂതിയാണ്. നമ്മൾ ഓരോ ശ്ലോകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നൗമീഡ്യത്തെ ഭ്രവപുഷേ തടിദംബരായ ഗുഞ്ചാവതംസ പരിപിച്ഛല സന്മുഖായ വന്യസ്രജേ കവളവേത്ര വിഷാണ വേണുലക്ഷ്മശ്രിയേ മൃദുപദേ പശുവാങ്കജായ. നവമീഡ്യത്തെ ഭ്രവപുഷേ, ഞാൻ അങ്ങേതാ നമസ്കരിക്കുകയാണ്, അങ്ങയെ സ്തുതിക്കുകയാണ്, അങ്ങയുടെ മഹത്വം ഞാൻ പറയുകയാണ്. അങ്ങ് ഈഡ്യനാണ്, അങ്ങ് ആരാധ്യനാണ്, അങ്ങ് പൂജ്യനാണ്, അങ്ങയുടെ ശരീരം എങ്ങനെയുള്ളതാണ്? അഭ്രവപുഷേ, മേഘത്തിൻ്റെ മനോഹാരിതയാണ് ഭഗവാന്റെ ആ വർണ്ണം കൊണ്ടും അതിൻ്റെ സ്നിഗ്ധത കൊണ്ടും. അതുപോലെ അങ്ങോട്ട് പ്രാർത്ഥിക്കാതെ തന്നെ
മഴ പെയ്ത് ഭൂമിയെ തണുപ്പിക്കുന്ന ആളാണ് മേഘം. പർജന്യവത് എന്ന് കുചേലൻ പറയുന്നുണ്ട്. പർജന്യങ്ങളെ പോലെ, മേഘങ്ങളെ പോലെ ഭഗവാനും കാരുണ്യം ചെയ്യാറുണ്ട്. സമയമാകുമ്പോൾ ആ മേഘം ഭൂമിയെ ആ മഴയുടെ രൂപത്തിൽ വന്ന് അതിനെ തണുപ്പിക്കും, അതിനെ കുളിർപ്പിക്കും, അതിനെ സമൃദ്ധമാക്കി തീർക്കും. അതുപോലെ കാർമേഘവർണ്ണനായ ഭഗവാനും തന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന, തന്നെ കാത്തു നിൽക്കുന്ന ജാതകങ്ങൾക്ക് തൻ്റെ ആ കാരുണ്യ ഗംഗാപ്രവാഹം അവർക്ക് ഒഴിച്ചു കൊടുക്കുന്ന കാരുണ്യവാനാണ്. അഭ്രവപുഷേ തടിതംബരായ, തടിത്താണ് ഭഗവാന്റെ വസ്ത്രം, മിന്നൽ പിണറുകളുടെ ആ വർണ്ണമാണ്. എത്ര മനോഹരമായിട്ടൊരു സങ്കല്പമാണ്. ഭഗവാനാകുന്ന മേഘം, ആ ഭഗവാൻ ഉടുത്തിരിക്കുന്ന മഞ്ഞപ്പട്ട് ആ മേഘങ്ങൾക്കിടയിലുള്ള ആ മിന്നൽ പിണറുകളെ പോലെ ശോഭിക്കുന്നു എന്നർത്ഥം. അതിനോട് തമ്മിലുള്ള ചേർച്ച, ആ മേഘത്തിൻ്റെ നീലിമയും അതുപോലെ മിന്നൽ പിണറിൻ്റെ ആ ഒരു വർണ്ണ പൊലിമയും ചേർന്നതാണ് ഭഗവാന്റെ സ്വരൂപം. അഗ്നിവർണ്ണത്തിലുള്ള ഭഗവാന്റെ വസ്ത്രം, ആ ഭഗവാന്റെ ശ്യാമവർണ്ണം അതിമനോഹരമാണ്. കുഞ്ചാവതം സ പരിപിഞ്ചലസന്മുഖായ, അതുപോലെ ഭഗവാൻ ആ തൻ്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന ആ വാർമുടി കെട്ടി അതിൽ പൂക്കളൊക്കെ തിരുകി വെച്ചുകൊണ്ട് മയിൽപ്പീലി അതിൽ ചൂടിയിട്ട് ചുരുണ്ട് നീണ്ടുകിടക്കുന്ന ഭഗവാന്റെ കുഞ്ചിത കേശം, ചുമല വരെ നീണ്ടുകിടക്കുന്ന ഭഗവാന്റെ ആ കേശഭാരത്തിൻ്റെ ഭംഗി. അതുകൊണ്ടാണ് ഭഗവാന് കേശവൻ എന്ന പേര് വന്നിരിക്കുന്നത്. കേശോയം അംശുവാചക എന്നും മഹാഭാരതത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. എനിക്ക് കേശവൻ എന്ന പേര് വന്നത് മനോഹരമായ കേശമുള്ളത് കൊണ്ട് മാത്രമല്ല, ഞാൻ കേശിയെ വധിച്ചത് കൊണ്ടും മാത്രമല്ല, എൻ്റെ ശിരസിന് ചുറ്റുമുള്ള ഈ പ്രഭാവലയം കൊണ്ടുകൂടിയാണ് ഞാൻ കേശവനായത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രഭാവലയത്തോട് കൂടിയിരിക്കുന്ന ഭഗവാന്റെ ആ കേശഭാരങ്ങളും അതിമനോഹരമാണ്. വന്യസ്രക്, ഭഗവാന്റെ ആ വന്യ പുഷ്പങ്ങളെ കൊണ്ട്, കാട്ടുപുഷ്പങ്ങളെ കൊണ്ട് കോർത്തുണ്ടാക്കിയ ഗോപികമാർ ഉണ്ടാക്കി രാവിലെ ഭഗവാന്റെ മാറിൽ അണിയിച്ചതായ വനമാലയുടെ ഭംഗി, ഭഗവാന്റെ അരിയിൽ തിരികെ വെച്ചിരിക്കുന്ന വേത്രം, വിഷാണം, വേണു, കൊമ്പ്, കുഴല്, ഓടക്കുഴല്, കയ്യിൽ കവളം, ചോറുരുള. ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിക്കുന്നത് ഈ ചോറുരുള പകുതി കഴിച്ചിട്ട് കവളാർദ്ധപാണിയായിട്ടിരിക്കുന്ന ഭഗവാന്റെ പ്രാകൃത ശിശുവെന്ന് തോന്നുകയും എന്നാൽ ലോകത്തെ മുഴുവനും തൻ്റെ കേളികളെ കൊണ്ട് ആനന്ദിപ്പിക്കുന്നവനായ ആ ഭഗവാന്റെ സ്വരൂപത്തെ ബ്രഹ്മാവ് സ്മരിക്കുന്നത് കവളാർദ്ധപാണിയായിട്ട് തന്നെയാണ്. കവള വേത്ര വിഷാണ് വേണു ലക്ഷ്മശ്രീയെ മൃദുപതേ പശുപാങ്കജായ, ഭഗവാന്റെ പാദത്തിൻ്റെ ആ മൃദുത്വം, കോമളമായ ആ പാദപല്ലവങ്ങളെ കൊണ്ട് ഈ വൃന്ദാവനത്തിലെ ഓരോ തരം മണ്ണിനെയും പവിത്രമാക്കിയിരിക്കുന്ന ആ ഭഗവാന്റെ പാദകമലങ്ങളെയും, നന്ദഗോപരുടെ ജീവിതത്തെ ധന്യമാക്കിയിരിക്കുന്ന പശുപാങ്കജനായിരിക്കുന്ന നന്ദഗോപൻ്റെ മകനായിട്ട് ജനിച്ചിരിക്കുന്ന അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാനെ, അങ്ങ് ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നവനാണ്. സച്ചിദാനന്ദ ബ്രഹ്മമാണെങ്കിൽ പോലും ലീലാവിഗ്രഹ തനു സ്വീകരിച്ചുകൊണ്ട് പല ലീലകൾ ആടിയിട്ട് ഓരോ കാലത്തും ഓരോ യുഗത്തിലും ഈ ലോകത്തെ അങ്ങ് മോഹിപ്പിക്കാറുണ്ട്, ആകർഷിക്കാറുണ്ട്, അനുഗ്രഹിക്കാറുണ്ട്, ധർമ്മം സംസ്ഥാപനം ചെയ്യാറുണ്ട്, അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാറുണ്ട്. ആ ഭഗവാന്റെ വിലാസങ്ങളെ, ആ ലീലകളെയാണ് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതിലൂടെയാണ് ആളുകൾക്ക് എളുപ്പത്തിൽ അനായാസമായിട്ട് മുക്തിയെ പ്രാപിച്ചുകൊണ്ട് ബന്ധനങ്ങളിൽ നിന്ന് മുക്തിയെ പ്രാപിക്കാൻ സാധിക്കുന്നതും അയത്ന ലളിതമായിട്ടുള്ള സഗുണ ഭക്തിയിലൂടെ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ബ്രഹ്മ പറയുന്നു. എന്തുകൊണ്ട്? ജ്ഞാനേ പ്രയാസം ഉദപാസ്യ നമന്ത ഏവ ജീവന്തി സന്മുഖരിതാം ഭവതീയ വാർത്താം. ജ്ഞാനേ പ്രയാസം, ജ്ഞാനം എന്ന് പറയുന്ന എന്താണ് ജ്ഞാനം? ആ ബ്രഹ്മവസ്തുവിനെ ധ്യാനിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ ബ്രഹ്മം? സത്യം, ജ്ഞാനം, അനന്തം. സത്യം, ജ്ഞാനം, അനന്തം. ഏതെങ്കിലും വാക്ക് നമ്മുടെ സ്ഥൂല ദൃഷ്ടികളെ കൊണ്ട് കാണാൻ സാധിക്കുമോ? സ്ഥൂലമായ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമല്ല സത്യം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാനും കേൾക്കാനും ഒന്നും സാധിക്കില്ല. അനന്തമായ വസ്തുവിനെ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ ജ്ഞാനസ്വരൂപം, ജ്ഞാനത്തെ കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കില്ല. ഇതൊന്നും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത വസ്തുവിനെ ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, മനസ്സുകൊണ്ട് സ്മരിക്കാനും വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാനും സാധിക്കാത്തതായ മനോവാചാം അഗോചരമായിരിക്കുന്ന വസ്തുവിനെ എങ്ങനെയാണ് അല്പബുദ്ധികളായിട്ടുള്ള ആളുകൾ ധ്യാനിക്കുക, ഭജിക്കുക, പൂജിക്കുക?
അതുകൊണ്ടാണ് ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം. ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞു, അവ്യക്ത ബ്രഹ്മത്തെ ആരാധിക്കുന്നവർക്ക് ക്ലേശമുണ്ടാകും. കാരണം എന്താണ്? അതിനെ ധ്യാനിച്ച് ഉറപ്പിക്കുക സാധ്യമല്ല. അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവദ്ഭി അവാപ്യതേ. ദേഹാഭിമാനം വിടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ദേഹാഭിമാനത്തോടു കൂടി ഇരുന്നു കൊണ്ട് നമ്മുടെ ശരീരത്തെ പോലെ തന്നെ ഒരു ശരീരമായിട്ട് ഭഗവാനെ ധ്യാനിക്കുക. നമ്മുടെ ശരീരത്തെ, നമ്മുടെ സൗന്ദര്യത്തെക്കാൾ ഒരു 100 കോടി ഇരട്ടി സൗന്ദര്യത്തോടു കൂടിയിട്ടും നമ്മളെക്കാൾ 100 കോടി ഇരട്ടി ആശ്ചര്യകരമായിട്ടും, അതാണ് സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. അങ്ങനെയുള്ള ഒരു സ്വരൂപമായിട്ട് തന്നെ ഭഗവാനെ കാണുമ്പോൾ മാത്രമേ അയത്ന ലളിതമായിട്ട് ആ സ്വരൂപത്തെ നമുക്ക് ഹൃദയത്തിൽ വെച്ച് ഉറപ്പിച്ച് ധ്യാനിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആളുകൾ സന്മുഖരിതാം ഭവതീയ വാർത്താം, സജ്ജനങ്ങൾ പറഞ്ഞു തരുന്നതായ ഭഗവാന്റെ ദിവ്യ കഥകളെ പാടിക്കൊണ്ടും ശ്രവണം ചെയ്തും അതിനെ സ്മരിച്ചുകൊണ്ടും വൃന്ദാവന വിഹാരിയായിരിക്കുന്ന വേണുഗോപാലനായിട്ടും യശോദരുടെ മടിയിരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടും പാൽവെണ്ണ ഉണ്ണുന്ന കണ്ണനായിട്ടും പശുക്കളെ മേയ്ക്കുന്ന പശുപാലകനായിട്ടും പാർത്ഥസാരഥിയായിട്ടും ഏതൊക്കെ രീതിയിലാണോ ആ രീതിയിലൊക്കെ തന്നെ ധ്യാനിക്കുമ്പോഴാണ് ഓരോ ഭക്തനും ആ ഭഗവത് അനുഭൂതി വന്നു ചേരുന്നത്. അതാണ് സഹജമായിട്ടുള്ള സരളമായിട്ടുള്ള മാർഗം എന്ന് ബ്രഹ്മാവ് ഇവിടെ പറയുന്നു. സ്ഥാനേ സ്ഥിത ശ്രുതിഗതാം തനുവങ് മനോഭിര്യേ പ്രായശോചിത ജിതോപ്യസി തൈ സ്ത്രിലോക്യാം. അത്തരം ധ്യാനത്തിലൂടെ, അത്തരം സഗുണമായ ആ മൂർത്തിയുടെ നിരന്തരമായ ആരാധനയിലൂടെ, അതൊക്കെ ശ്രുതിഗതാം, അത് വേദങ്ങളിലും പറയപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. വേദങ്ങൾക്ക് അന്യമല്ല ഭഗവാന്റെ സ്വരൂപം. അല്ലെങ്കിൽ ശ്രുതിഗതാം എന്ന് വെച്ചാൽ ചെവിയിലൂടെ കേട്ട്, മഹാത്മാക്കളുടെ വാക്കുകൾ നമ്മൾ ചെവിയിലൂടെ കേട്ടിട്ട് ശ്രവണം കൊണ്ട്, ശ്രവണമാണ് ഏറ്റവും പ്രഥമമായിട്ടുണ്ടാകേണ്ടത്. ശ്രവണം, മനനം, നിധിധ്യാസം. അപ്പോൾ ശ്രുതിഗത ആയിട്ടുള്ള ഭഗവാന്റെ ആ കഥകൾ ചെവിയിലൂടെ കേട്ടിട്ടാണ് ആ ഭഗവാനിലുള്ള അനുഭൂതി, ഭഗവാന്റെ അനുഭൂതി വിശേഷം നമുക്കുണ്ടാകേണ്ടത്. അതിലൂടെ എന്ത് ചെയ്യുന്നു? ഹേ അജിത ജിതോപ്യസിതൈ സ്ത്രിലോക്യാം. അങ്ങ് അജിതനാണെങ്കിലും ഈ നിരന്തരമായ വന്ദനം കൊണ്ടും ദാസ്യം കൊണ്ടും അർച്ചനം കൊണ്ടും സ്മരണം കൊണ്ടും കീർത്തനം കൊണ്ടും ഭഗവാൻ ഭക്തന്മാർക്ക് ജിതനായിത്തീരുന്നു. ആർക്കും ജയിക്കാൻ സാധിക്കാത്തവനായ ഭഗവാന് നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് ഭക്തന്മാർ ജയിക്കുന്നു. അജിത ജിത സമമതിഭിഹി എന്ന് ചിത്രകേതു മഹാരാജാവ് സ്തുതിക്കുന്നു ഭഗവാനെ. അജിത ജിത സമമതിഭിഹി സാധുഭിർ, അല്ലേ? ഹേ അജിത, അങ്ങ് ജിതനാകുന്നു. ആരാണ്? ജിതാത്മഭിഹി. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച ആളുകൾക്ക് ഭഗവാനെ ജയിക്കാൻ സാധിക്കും. ഭഗവാൻ അവർക്ക് കീഴടങ്ങി കൊടുക്കും. അതിന് വലിയ ജ്ഞാനമൊന്നും വേണ്ട. കുറൂരമ്മയുടെ അരി സൂക്ഷിക്കുന്ന ആ കലത്തിനകത്ത് ഭഗവാൻ വേണമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇരുന്നു കൊള്ളും. അവിടെ പിടിച്ചിരുത്തിയാൽ ഭഗവാൻ അവിടെ ഇരുന്ന് എഴുന്നേറ്റ് പോകില്ല. കുറൂരമ്മക്കും വില്ലോമംഗലത്തിനൊക്കെ തന്നെ അത് അനുഭവമായിരുന്നു. അങ്ങനെയുള്ള കാരുണ്യം കാണിക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തെ ധ്യാനിക്കുന്ന ആളുകൾക്ക് ജ്ഞാനിയുടെ ആ പ്രയാസം ഉണ്ടാവുകയില്ല, മാനസികമായ ആയാസമില്ല, കാലദൈർഘ്യം വരുന്നില്ല. ചിത്തത്തെ ശുദ്ധീകരിക്കാൻ വളരെ എളുപ്പമാണ് ഈ ഭക്തിഭാവം കൊണ്ട് എന്നാണ്. ശ്രേയസ്ശ്രുതിം ഭക്തിമുദസ്യത്തെ വിഭോ ക്ലിശ്യന്തിയെ കേവല ബോധലബ്ധയെ തേഷാമസോ ക്ലേശ ഏവ ശിഷ്യത്തെ നാന്യഥ സ്ഥൂലതുഷാവഘാതീനാം. അതുകൊണ്ട് കേവലമായ ബോധവസ്തുവിനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും എന്തായിട്ട് മാറും? സ്ഥൂല തുഷാപഘാതിനാം. അവർ കുത്തുന്നത് നെല്ലാണെന്ന് കരുതിയിട്ട് അവർ കുത്തിക്കൊണ്ടിരിക്കുന്നത് വെറും പതിര് ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. പതിരെത്ര കാലം ഉലക്കയെടുത്ത് ഉരലിട്ട് കുത്തിയാലും അതിൽ നിന്ന് നമുക്ക് ധാന്യമണി കിട്ടുകയില്ല, അരി കിട്ടുകയില്ല. കുറേ കാലം കുത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുക, അയ്യോ എൻ്റെ കാലം മുഴുവനും നഷ്ടപ്പെട്ടു പോയി, ഒന്നും നേടാൻ സാധിച്ചില്ലല്ലോ എന്ന് നിരാശനായിട്ട് മാറുകയും അപ്പോഴുണ്ടാകുന്ന ഈ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളുടെ സ്ഖലനം, അപ്പോഴുണ്ടാകുന്ന ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം വിട്ടുപോവുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ പതനവും വലിയ പതനമായിരിക്കുകയും ചെയ്യും. യോഗാഭ്യാസം ചെയ്ത് ഒരുപാട് യോഗാഭ്യാസം ചെയ്ത ശേഷം ഉണ്ടാകുന്ന പതനം ഒരുപക്ഷെ നമുക്ക് അപ്രതീക്ഷിതമായ പതനമുണ്ടാകും എന്ന് യോഗശാസ്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്.
പുരേഖഭൂമൻ ബഹവോപി യോഗിനസ്ത്വതർപ്പിതഃ നിജകർമ്മലബ്ധയാ. അതുകൊണ്ട് പല യോഗിമാരും പണ്ട് മുതൽക്കേ തന്നെ ഒരുപാട് കാലത്തെ യോഗാഭ്യാസത്തിന് ശേഷം ആ യോഗത്തെ മെല്ലെ 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 വിട്ടിട്ട് എല്ലാ തരത്തിലുള്ള അത്തരം ക്രിയകളെയും ഉപേക്ഷിച്ചുകൊണ്ട് വിബുദ്ധ്യ ഭക്തീവ കഥോപനീതയാ പ്രവേദിരേ അഞ്ജോച്യുതതേ ഗതിം പരാം. ഭഗവത് ഭക്തി കൊണ്ടാണ് ഭക്ത്യാമാം അഭിജാനാദി യാവാൻ യശ്ചാസ്മി തത്വതഃ. ഭക്തി കൊണ്ട് എന്നെ അറിയാൻ സാധിക്കും. ഭക്തി കൊണ്ട് നമുക്ക് ജ്ഞാനത്തെ പ്രാപിക്കാൻ സാധിക്കും. നിഷ്കളങ്കമായ ഭക്തിയാണ്. അതിന് അക്ഷരജ്ഞാനം വേണമെന്നില്ല. ധായി അക്ഷര പ്രേമക പഠേസോ പണ്ഡിത് ഹോയ് എന്ന് കബീർദാസ് പറഞ്ഞു. അങ്ങനെയാണ്. കബീർദാസ് അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ എന്താണ്? ഈശ്വരപ്രേമം. ആ പ്രേമം എന്നൊരു വാക്ക് പഠിച്ചാൽ മതി. ഒരുപാട് പോഥി പഠി പഠി ജഗമുവാ പണ്ഡിത് ഹുവാന കോയ്. വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ടല്ല ജ്ഞാനിയാകുന്നത്. ഹൃദയശുദ്ധി കൊണ്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. ഹൃദയശുദ്ധിയുള്ള ആളുകൾക്ക് സകല പ്രാണികളിലും തന്നെ തന്നെ ദർശിക്കാൻ സാധിക്കും. സമദർശനം എന്നുള്ളതാണ് മഹത്തായ ജ്ഞാനം എന്ന് പറയുന്നത്. ആ സമദർശനത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ ഈ ഭഗവത് ഭക്തിക്ക് സാധിക്കും. സഗുണഭക്തി കൊണ്ട് തന്നെ സാധിക്കും. അതുകൊണ്ട് യോഗിമാർ ആ യോഗാഭ്യാസത്തെ വിട്ടുകൊണ്ട് സഗുണനായിരിക്കുന്ന വൃന്ദാവന വിഹാരിയായിരിക്കുന്ന നന്ദഗോപസുതനായിരിക്കുന്ന ദേവകീ നന്ദനായിരിക്കുന്ന പാർത്ഥസാരഥിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിർഗ്രന്ഥ അപ്യുരുക്രമേ. ശ്രീശുകൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഭഗവാനെ നിർഗ്രന്ഥന്മാരാണ്, ഗ്രന്ഥങ്ങളെ വിട്ടവരാണ്. ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് വായിച്ച് പഠിച്ചിട്ട് കോടി ഗ്രന്ഥങ്ങൾ വായിച്ചാലും കിട്ടേണ്ടത് എന്താണ്? ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നുള്ള ഒരു സത്യബോധമാണല്ലോ ഉണ്ടാകേണ്ടത്. അപ്പം അങ്ങനെ കോടി ഗ്രന്ഥങ്ങൾ വായിച്ച ആളുകൾ ആ ഗ്രന്ഥങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒടുവിൽ ഭഗവാന്റെ വിശ്വമോഹനമായ ലീലകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് എന്ന് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിലൂടെ പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സ്വരൂപത്തെയാണ് നമ്മൾ ഭജിക്കേണ്ടത്. തഥാപി ഭൂമൻ മഹിമാഗുണസ്യത്തെ വിബോധമർഹത്യമലാന്തരാത്മഭിഹി എന്ന് വെച്ച് ഭഗവാന്റെ നിർഗുണസ്വരൂപം ഉപേക്ഷിക്കേണ്ടതാണോ? അല്ല. നിർഗുണനായിരിക്കുന്ന, നിരാകാരനായിരിക്കുന്ന, നിർലേപനായിരിക്കുന്ന, നിർവിശേഷനായിരിക്കുന്ന ഭഗവത് സ്വരൂപം അത് നിത്യസത്യം തന്നെയാണ്. ആ നിത്യസത്യസ്വരൂപൻ നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, അല്പബുദ്ധികൾക്ക് പ്രാപിക്കാൻ വേണ്ടിയിട്ട്, അല്പബുദ്ധികൾക്ക് ഭജിക്കാൻ വേണ്ടിയിട്ട് ഈ ദിവ്യസ്വരൂപം ധരിച്ചുകൊണ്ട് നമ്മളെ ആനന്ദിപ്പിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അവ്യക്ത ബ്രഹ്മത്തിൽ നിന്നും അവ്യക്ത ബ്രഹ്മത്തിലേക്ക് പോകാനുള്ള ഒരു സോപാനമായിട്ട് ഈ സഗുണബ്രഹ്മത്തെ, സഗുണമൂർത്തിയെ ഉപാസിക്കുന്നതാണ് അനായാസമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്, അയത്ന ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന പദ്ധതിയാണ് എന്ന് ബ്രഹ്മാവ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയോട് ചെയ്തു പോയ അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ അപരാധം അങ്ങ് പൊറുക്കണം. അങ്ങ് പൊറുക്കുമെന്ന് എനിക്കറിയാം. അത് ക്ഷമസ്വാച്യുത മേ രജോഭുവഃ ഹജാനതസ്ത്വത്പൃഥഗീശമാനിനഃ. ഞാനും ശിവനും ഇന്ദ്രനും ചന്ദ്രനും സോമനും വരുണനും യമനും നിരവധിയൊക്കെ തന്നെ ഓരോരോ ധർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിയോഗിച്ചതാണ്. ഭഗവാൻ നിയോഗിച്ചതായ ആ കർമ്മത്തെ ചെയ്യുന്ന സമയത്ത് അതാത് കർമ്മങ്ങളിൽ ഞങ്ങൾക്ക് കർത്തൃത്വാഭിമാനമുണ്ട്. സൃഷ്ടി ചെയ്യുന്ന എനിക്ക് സ്രഷ്ടാവ് ബ്രഹ്മാവ് എന്ന ഒരു അഭിമാനം, സംഹരിക്കുന്നവൻ എന്ന അഭിമാനം രുദ്രനുണ്ടാകുന്നു, മഴ പെയ്യിക്കുന്നവനെന്ന അഭിമാനം ഇന്ദ്രനുണ്ടാകുന്നു. ഈ അഭിമാനങ്ങളൊക്കെ അതാത് ദേവന്മാരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങ് തന്നെയാണ്. ആ അഭിമാന ദേവതകളായിട്ട് നമ്മൾ ഓരോരുത്തരും അങ്ങയുടെ ആജ്ഞയ്ക്ക് വിധേയന്മാരായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അങ്ങ് കാരുണ്യം ചെയ്യണം. അങ്ങ് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. കാരണം ഞങ്ങൾ ഈ കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? രജോഗുണം വേണം. രജോഗുണം എന്താണ്? കർമ്മശ്രദ്ധാതു രാജസി എന്നാണ്. രജോഗുണം ഉണ്ടെങ്കിലേ കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് തന്ന രജോഗുണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ ആ കൃപയ്ക്ക് വിധേയരായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ കാരുണ്യം എന്നുണ്ടായിരിക്കണം. ഞങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അങ്ങ് പൊറുക്കാനും കൃപയുണ്ടാകണം. യേശോനുകമ്പ്യോമയി നാഥവാനിധി. ഇവൻ എൻ്റെ അനുകമ്പക്ക് പാത്രമാണ് എന്നൊരു തോന്നൽ അങ്ങയുടെ മനസ്സിലുണ്ടാകണം. എന്തുകൊണ്ടുണ്ടാകണം? അതങ്ങേക്ക് ഉണ്ടാകും. എന്തുകൊണ്ട്? ഉച്ഛേപണം ഗർഭഗതസ്യ പാദയോഹോ കിം കൽപ്പത്തെ മാതുഹു അധോക്ഷജാഗമേ അധോക്ഷജാഗസേ. ബ്രഹ്മാവ് പറയാണ്, ഭഗവാനെ, ഒരു അമ്മ തൻ്റെ ഗർഭത്തിൽ ധരിക്കുന്ന കുഞ്ഞ്, ഗർഭത്തിലിരിക്കുന്ന തൻ്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് ചിലപ്പോൾ കാല് കൈയിട്ട് അനക്കുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ചില ശാരീരിക പ്രയാസങ്ങളുണ്ട്.
ചില വേദനകളും ചില അസ്വസ്ഥതകളും ഉണ്ട്. പക്ഷേ ആ ഗർഭിണിയായ അമ്മ ഒരിക്കലും തൻ്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ ശപിക്കാറില്ല, അതിനെ ശിക്ഷിക്കാറില്ല. പ്രസവിച്ച ശേഷം ആ കുഞ്ഞ്, നീ എന്താണ് എൻ്റെ വയറ്റിൽ കിടന്ന് പണ്ട് സർക്കസ് കളിച്ചിട്ടല്ലേ എനിക്ക് വേദനയുണ്ടായത് എന്നൊന്നും പറഞ്ഞ് ശിക്ഷിക്കാറില്ല, കുറ്റപ്പെടുത്താറുമില്ല. കാരണം ആ അമ്മക്ക് ആ കുഞ്ഞ് തൻ്റെ ജീവൻ്റെ ഭാഗമാണ്, തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നറിയാം. അതുപോലെ അല്ലയോ ഭഗവാനെ, അങ്ങയാകുന്ന അമ്മയുടെ വയറ്റിലാണ് ഈ സർവചരാചരങ്ങളും കഴിയുന്നത്. ഞാനടക്കമുള്ള സകല ചരാചരങ്ങളും ഭഗവാന്റെ യസ്യ കുക്ഷാവിധം സർവം സാത്മം ഭാതി യഥാ തഥാ. ഭഗവാന്റെ കുക്ഷിയിൽ, ഭഗവാന്റെ ജഠരത്തിലാണ് ബ്രഹ്മാണ്ടങ്ങളൊക്കെ തന്നെ കിടക്കുന്നത്. അത് മാർക്കണ്ഡേയ മഹർഷി ആ പ്രളയ ജലത്തിൽ വെച്ചിട്ട് അദ്ദേഹം അനുഭവിച്ചറിഞ്ഞാണ്. ഭഗവാന്റെ ജഠരത്തിനകത്തേക്കാണ് അദ്ദേഹം പ്രവേശിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം പ്രപഞ്ചത്തെയൊക്കെ കാണുന്നത്. ഭഗവാന്റെ ആ ജഠരത്തിന് പുറത്തൊക്കെ എന്താണ്? പ്രളയജലമാണ് കാണുന്നത്. അങ്ങനെ ഭഗവാന്റെ കുക്ഷിയിൽ ഭഗവാനാണ് എല്ലാവരും ഉൾക്കൊള്ളുന്നത്. നത്വഹം തേഷു തേ മയി. ഗീതയിൽ ഭഗവാൻ പറയുന്നു, സർവചരാചരങ്ങളും എന്നിൽ കഴിയുകയാണ്, ഞാൻ ചരാചരങ്ങളിൽ കഴിയുകയല്ല. കാരണം ഈ ചരാചരങ്ങൾ അടങ്ങുന്ന ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ തന്നെ എന്നെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ളവയല്ല. ഞാൻ ആ ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ തന്നെ വ്യാപിച്ചുകൊണ്ട്, അതിൻ്റെ പുറത്തേക്കും വ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന അനന്തമായ മഹിമയോട് കൂടിയിട്ടുള്ളവനാണ്, അനന്തമായ വലുപ്പത്തോട് കൂടിയിട്ടുള്ളവനാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ ഭഗവാന്റെ ജഠരത്തിൽ, ഭഗവാന്റെ വയറ്റിനകത്താണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ കൂടിക്കൊള്ളുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിലിരിക്കുന്ന ഓരോ ജീവിമാരാണ്? ഭഗവാന്റെ ഗർഭസ്ഥ ശിശുക്കളാണ്. ആ ഗർഭസ്ഥ ശിശുവിനോട് ഭഗവാൻ ഒരിക്കലും കോപിക്കുകയില്ല. ഒരു മാതൃഭാവത്തിൽ ഭഗവാൻ നമ്മുടെയൊക്കെ തന്നെ തെറ്റുകുറ്റങ്ങളെ പുറത്ത് അനുഗ്രഹിക്കുകയാണ് ചെയ്യുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എങ്കിലും ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, അങ്ങ് എന്നെ ഇനിയും പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും ബ്രഹ്മാവ് തൻ്റെ അഹങ്കാരം ഇല്ലാതാക്കിയിട്ട് എല്ലാ തരത്തിലുള്ള മനോമാലിന്യങ്ങളെയും അകറ്റിയിട്ട് ഭഗവാനിൽ ശുദ്ധമായ ഭക്തി ഉണ്ടാക്കിത്തരണം. ആ ഭക്തിക്ക് ഏറ്റവും ഉദാത്തമായ ഉദാഹരണങ്ങളായിട്ട്, ദൃഷ്ടാന്തങ്ങളായിട്ട് ഇതാ ഈ വ്രജഭൂമിയിലുള്ള ആളുകൾ പരമഭാഗ്യവന്മാരാണ്. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം എൻ മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. അഹോഭാഗ്യം അഹോഭാഗ്യം. ശ്രീമദ് ഭാഗവതത്തിൽ വാക്കുകളുടെ ആവർത്തനങ്ങൾ വളരെ അപൂർവമാണ്. കാരണം ഓരോ വാക്കും അളന്ന് കുറിച്ചാണ് വേദവ്യാസ മഹർഷി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ബ്രഹ്മദേവൻ ഇവിടെ തൻ്റെ വികാര വായ്പിൽ, തൻ്റെ ഭക്തിയുടെ പാരമ്യതയിൽ ഈ രണ്ട് പദങ്ങളെ വീണ്ടും രണ്ട് തവണ ആവർത്തിക്കുകയാണ്. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം. നന്ദഗോപരുടെ ആളുകളായ ഈ വ്രജഭൂമിയിലുള്ള ഗോപന്മാരും ഗോപികമാരും അനുഭവിക്കുന്നതാണ് പരമഭാഗ്യമാണ്. ഭാഗ്യം ഭാഗ്യം പാഹി വാതാലേശ. എന്തുകൊണ്ടാണ്? രാഗസ്ഥാവജാതേഹി സ്വഭാവാത് മോക്ഷോപായോ യത്നസ്യാൽ നവാസ്യാത് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി വാതാലേശ. ഭട്ടതിരി പറയുന്നു, സ്നേഹം എന്ന് പറയുന്നത് ഒരു കാമുകിക്ക് കാമുകരോടുണ്ടാകുന്ന സ്നേഹം, ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ടാകുന്ന സ്നേഹം, അച്ഛന് മക്കളോടുണ്ടാകുന്ന സ്നേഹം എന്താണ്? സ്വഭാവത ഉണ്ട്, എല്ലാവർക്കും സഹജമാണ്, ജന്മനാ ഉള്ളതാണ്. പക്ഷേ മോക്ഷോപായ, മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം, ഈശ്വരങ്ങളിലേക്ക് ചെന്ന് ചേരണം എന്നുള്ള ആഗ്രഹം, അത് പ്രയത്നം കൊണ്ട് ഉണ്ടായെന്നും വരാം, ഇല്ലാതായി എന്നും വരാം. പ്രയത്നം ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടാകണമെന്നില്ല. എത്ര പ്രയത്നിച്ചാലും ഈശ്വര ഭക്തി ഉണ്ടാകണമെന്നില്ല. പ്രയത്നം കൊണ്ട് ഉണ്ടാകേണ്ടതെല്ലാം അത് നമ്മുടെ ജീവൻ്റെ സഹജഭാവമാണ്. അതുണ്ടാകണമെങ്കിൽ ഭഗവാന്റെ തന്നെ കാരുണ്യം നമ്മളിൽ വർഷിക്കണം. പ്രയത്നം കൊണ്ട് മാത്രം സാധിക്കില്ല. അപ്പോൾ ആരാണോ ഈ ഇന്ദ്രിയപരമായിട്ടുള്ള ആഗ്രഹങ്ങളെ അടക്കുന്നത്, ബന്ധങ്ങളെയൊക്കെ തന്നെ തരണം ചെയ്യുന്നത്, സ്നേഹം, പ്രേമം, അനുരാഗം മുതലായിട്ടുള്ള മാനസിക വികാരങ്ങളെയൊക്കെ തന്നെ ആരാണോ അടക്കി വയ്ക്കുന്നത്, കാമത്തെ ആരാണോ ജയിക്കുന്നത്, അവന് മാത്രമേ മോക്ഷമുള്ളൂ. കാമത്തെ ജയിച്ചാലേ മോക്ഷമുള്ളൂ. പക്ഷേ ഈ ഗോപന്മാർക്ക് അവർ കാമിച്ച വസ്തു എന്തായിരുന്നു? മോക്ഷം നൽകുന്ന ഭഗവാനിലാണ് അവരുടെ കാമം പ്രവർത്തിച്ചത്. അതാണ് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത്. അവർക്ക് കാമമുണ്ടായി, അടക്കാൻ പറ്റാത്ത കാമമുണ്ടായി. ഭഗവാനെ കാണാതെ ഒരു നിമിഷം തുടിര്യുഗായത്തെ, ഒരു തുടി നേരം അവർക്ക് ഒരു യുഗം പോലെ ദീർഘമായിട്ട് അനുഭവപ്പെട്ട അത്രയും വലിയ വിരഹം
ഭഗവാന്റെ അഭാവത്തിൽ അവർ അനുഭവിക്കുന്ന അത്ര തീവ്രമായ അനുരാഗം ഭഗവാനിലേക്ക് സമർപ്പിച്ച ഗോപികമാരുടെ ആ അനുരാഗം ചെയ്യപ്പെട്ട വസ്തു, അവർ കാമിക്കപ്പെട്ട വസ്തു എന്തായിരുന്നു? മോക്ഷം നൽകുന്നതായ അല്ലെങ്കിൽ മുമുക്ഷുക്കളുടെ പ്രാപ്യസ്ഥാനമായിരുന്നു, ലക്ഷ്യസ്ഥാനമായിരുന്നു. സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ കാമവും അവരുടെ മോക്ഷവും ഒരേ വസ്തുവിൽ പ്രവർത്തിച്ചു. അത് പരമഭാഗ്യം കൊണ്ട് മാത്രം സിദ്ധിക്കുന്നതാണ്. ഭാഗ്യം ഭാഗ്യം ബാഹ്യവാതാലേശ. ഭട്ടതിരി പറഞ്ഞ ആ ഭാഗ്യം ഭാഗ്യം എന്ന ആ ആവർത്തിച്ചുള്ള ആ പദപ്രയോഗം തന്നെ ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ്. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ. ആനന്ദസ്വരൂപമായിരിക്കുന്ന പൂർണ്ണബ്രഹ്മം ദാ ഈ ഗോപീഗോപന്മാരുടെ മിത്രമായിട്ട്, സുഹൃത്തായിട്ട്, അവരുടെ മടിയിൽ കിടന്ന് കളിക്കുന്ന ഗോപപാലകനായിട്ട്, ഉണ്ണിക്കണ്ണനായിട്ട്, വെണ്ണ കട്ട് തിന്നുന്ന വെണ്ണക്കണ്ണനായിട്ട് ഇതാ അവരുടെ കൈകളിൽ ശോഭിക്കുന്നു. അവർ ആ ഭഗവാനെ മാറോട് ചേർത്ത് പുണരുന്നു. ആ പൈക്കള് ഭഗവാൻ തങ്ങളുടെ അകിടൽ മുട്ടി കുടിക്കുന്ന സമയത്ത് അവർ ഒരു ആനന്ദാതിരേകത്തെ അനുഭവിക്കുന്നു. ഇവരൊക്കെ തന്നെ എന്താണ്? ഈ വൃന്ദാവനത്തിലുള്ള ഓരോ പുൽക്കൊടിയും വാസ്തവത്തിൽ ധന്യമാണ്. എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം എന്ന് ബ്രഹ്മാവ് തൻ്റെ ആ ഭാഗ്യക്കേടിനെ കുറിച്ച് കൂടി ഓർത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഭഗവാനോട് പറഞ്ഞു, പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിടംബയസി ഭൂതലെ പ്രപന്ന ജനതാനന്ദ സന്തോഷം പ്രഥിതും പ്രഭോ. അങ്ങയെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അങ്ങക്ക് ഒന്നും തരാനും എൻ്റെ കയ്യിലില്ല. എനിക്ക് തരാനുള്ളത് എന്താണ്? അങ്ങയുടെ കൃപ കൊണ്ടും സഹായം കൊണ്ടും എനിക്ക് ഈ പ്രപഞ്ചത്തെ, ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജഗതേത തവാർപ്പിതം, ഞാൻ സൃഷ്ടിച്ചതായിട്ട് ഞാൻ അഭിമാനിച്ചിരുന്ന ഈ ജഗത്തിനെ, ഈ ബ്രഹ്മാണ്ടമാകുന്ന മഹാഗോളത്തെ, ഈ നവനീതത്തെ, ബ്രഹ്മാണ്ടമാകുന്ന ഈ ഉരുണ്ട വെണ്ണയെ അങ്ങയുടെ കയ്യിലേക്ക് ഞാൻ അർപ്പിക്കുകയാണ്. ഇത് അങ്ങയുടേതാകുന്നു. ജഗതേത തവാർപ്പിതം, അതൊരു വെണ്ണ പോലെ അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ഭഗവാനെ വീണ്ടും നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ട് ബ്രഹ്മാവ് പോകുന്നു. ഇത്യഭിഷ്ടൂയ ഭൂമാനും ത്രിപരിക്രമ്യ പാതയോഹോ നത്വാഭീഷ്ടം ജഗദ്ധാത സുധാമ പ്രത്യപദ്യത. ഭഗവാൻ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ബ്രഹ്മാവിൻ്റെ ആ സമർപ്പണത്തെ ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ച ശേഷം ഭഗവാൻ വീണ്ടും സാധാരണ ഒരു പശുപാലകനായിട്ട് തന്നെ വത്സൻ പുളിനമാനിന്യേ യഥാപൂർവസഖം സ്വകം, തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇവിടെ ആടിപ്പാടി ഈലകളാടിയിട്ട് കഴിഞ്ഞുകൂടി. എന്തുകൊണ്ടാണ്? രാജാവ് ചോദിച്ചു. പരീക്ഷിത് രാജാവ് ശുഗനോട് ചോദിക്കുകയാണ്, ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണേ യൻ പ്രേമ കഥം ഭവേത് യോഭൂതപൂർവസ്തോകേഷു സ്വോദ്ഭവേഷു കഥ്യതാം. എന്തുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ കുട്ടിയായിട്ട് വന്ന സമയത്ത് ഈ അച്ഛനമ്മമാർക്ക് ഇത്രയധികം സ്നേഹാധിക്യം വന്നു ചേർന്നത്? അത് അപൂർവമാണല്ലോ. ഭഗവാൻ ശീശുകൻ പറഞ്ഞു, സർവേഷാമപി ഭൂതാനാം നൃപ സ്വാത്മൈവ വല്ലഭ. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താണ്? ഏറ്റവും പ്രിയപ്പെട്ട വസ്തു എന്താണ്? അവനവൻ്റെ ആത്മാവ് തന്നെയാണ്. ആത്മാവാണ് ഏറ്റവും പ്രിയം. ആത്മനസ്തു പ്രിയാർത്ഥം സർവം പ്രിയം ഭവതി എന്നാണ് ഉപനിഷത്തുകൾ പറഞ്ഞിരിക്കുന്നത്. യാജ്ഞവൽക്യ മഹർഷി പറയുന്നുണ്ട്. അവനവനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്താണ് ഒരു ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടാകുന്നത്, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഭാര്യ എനിക്ക് വെച്ച് വിളമ്പി തരുന്നവളാണ്, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവളാണ്, എനിക്ക് വെച്ച് വിളമ്പി തരുന്നവളാണ്, എന്നെ പരിചരിക്കുന്നവളാണ്. അപ്പോൾ എന്നോടാണ് എനിക്ക് സ്നേഹം. എൻ്റെ ആത്മാവിലുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ സഹായിക്കുന്ന ആളുകളിലേക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനോടോ എന്നെ രക്ഷിക്കുന്നവനാണ്, എന്നോട് സ്നേഹമുള്ളവനാണ്, എനിക്കെല്ലാം കൊണ്ടുവന്ന് തരുന്നവനാണ്. അതും എന്നോടുള്ള സ്നേഹമാണ്, എൻ്റെ ആത്മാവിനോടുള്ള അവനവനോടുള്ള സ്നേഹമാണ്. ആത്മനസ്തു പ്രേമായ സർവം പ്രിയം ഭവതി. അവനവനോടുള്ള സ്നേഹം തന്നെയാണ് ഭാര്യയിലേക്കും ഭർത്താവിലേക്കും കുട്ടികളിലേക്കും ജ്ഞാതികളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ നമ്മൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ആ ആത്മാവ്, ഉള്ളിലുള്ള ആ ജീവൻ ആരാണ്? അത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ പ്രേമം എന്തായിട്ട് മാറും? അവനവനോടുള്ള ആ പ്രേമം, ബന്ധുക്കളോടുള്ള പ്രേമം, സ്വജനങ്ങളോടുള്ള പ്രേമം ഈശ്വരപ്രേമമായിട്ട് വളരും. ഈശ്വരപ്രേമം വിശ്വപ്രേമമായിട്ട് വളരുകയും ചെയ്യും. ആ രീതിയിൽ വളരാൻ ആണ് ഭാഗവതം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്.
ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം. ഈ കൃഷ്ണൻ സകല ജീവജാലങ്ങളുടെയും ആത്മസ്വരൂപനായിട്ട് ശോഭിക്കുന്ന ചൈതന്യമാണ്, സംശയിക്കേണ്ടതില്ല. ജഗദ്ധിതായ സോപ്യത്ര ദേഹീ വാഭാതിമായ. ജഗത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് ഓരോ ശരീരത്തിലും ശരീരിയായിട്ടിരിക്കുന്ന ആ ഭഗവാനെ, ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ, ഈശ്വര സർവഭൂതാനം ഹൃദയേശേർജുന തിഷ്ഠതി. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയദേശത്തിൽ നിലകൊള്ളുന്നവനാണ് ഈശ്വരൻ. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. മായ കൊണ്ട് നമ്മുടെ ഈ ജീവിതത്തെ ഒരു യന്ത്രം പോലെ അനായാസമായിട്ട് ഇതിനെ തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാൻ എപ്പോഴാണോ ഇതിൻ്റെ പിടിവിടുന്നത് അന്ന് നമ്മളിവിടെ വീണ് മരിക്കും. ആ നിമിഷം നമ്മുടെ ചലനങ്ങളില്ലാതെയാകും, നമ്മളെവിടെയെങ്കിലും കുഴഞ്ഞ് വീണ് മരിക്കും. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. മായയാകുന്ന പെട്രോളും ഒക്കെ ഒഴിച്ചിട്ട് ഭഗവാൻ ഇതിനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഈ യന്ത്രത്തെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന യന്ത്രിയായിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിലൊക്കെ കുടികൊള്ളുന്നു. ആ ഭഗവാനെ, തന്നോടുള്ള സ്നേഹത്തെ ഭഗവാനോടുള്ള സ്നേഹമാക്കിയിട്ട് ഈശ്വരപ്രേമമാക്കിയിട്ട് മാറ്റാൻ സാധിച്ചാൽ അത് ഭക്തിയായിട്ട് പരിണമിക്കും. ആ ഭഗവാനെയാണ് അറിയേണ്ടത്. അതാണ് ഈ ബ്രഹ്മമോഹനം കൊണ്ട് നമ്മൾ അറിയേണ്ടതായ വസ്തു. അല്ലാതെ ബ്രഹ്മാവ് ഭഗവാനേക്കാൾ എത്രയോ താഴ്ന്നവനാണ്, ബ്രഹ്മാവിനെ ഒന്നിനും കൊള്ളില്ല, ഇതിനെ നമുക്ക് കളിയാക്കിയിട്ട് ഇതിനെ നമുക്ക് ഹാസ്യ വ്യംഗ്യങ്ങൾ ചേർത്തിട്ട് പറയാം, മസാലകൾ ചേർത്തിട്ട് ഇതേ കഥ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഭാഗവത്തിൽ എവിടെയും മസാല കഥകൾ ചേർത്തിട്ട് പറയാൻ വ്യാസൻ അത് ഇഷ്ടപ്പെടുന്നില്ല. തമാശ പറയുന്നിടത്ത് വ്യാസൻ തന്നെ ഒരുപാട് തമാശകൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീശുക ബ്രഹ്മർഷി ധാരാളം തമാശ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഭാഗവതത്തിൻ്റെ ആ അംഗീഭാവമായ ഭക്തിരസം, ഭാഗവതം എന്ന് പറയുന്ന മഹാകാവ്യത്തിൻ്റെ അംഗീരസം മറ്റ് കാവ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, നവരസങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്ന നൂതനമായ ഒരു ദശമരസം, 10ാമത്തെ ഒരു രസം, അതാണ് ഭക്തി എന്ന് മധുസൂദന സരസ്വതി സ്വാമികളും അതുപോലെ നിരവധി മഹാത്മാക്കൾ ഭക്തിയെ ഒരു 10ാമത്തെ രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ അനേകം ദൃഷ്ടാന്തങ്ങളോട് കൂടിയിട്ട് അതിൻ്റെ വിഭാവ അനുഭാവ സഞ്ചാരി ഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഭക്തി ഒരു രസമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു രസം അംഗീരസമായിട്ട് ഉടനീളം ആദ്യം തൊട്ട് അവസാനം വരെയും ഭാഗവതത്തെ വിട്ടുപോകുന്നില്ല. ആ അംഗീരസത്തിന് വിരുദ്ധമായിരിക്കുന്ന രസങ്ങൾ, അത് ഹാസ്യമായാലും ശൃംഗാരമായാലും വീരമായാലും രൗദ്രമായാലും അതെന്തുണ്ടാക്കും? ഭാഗവതത്തിൻ്റെ ആസ്വാദനത്തിന് രസഭംഗം ഉണ്ടാക്കും. അതുകൊണ്ടാണ് എൻ്റെ ഭാഷണം കുറച്ച് വിരസമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുക. 1.5 മണിക്കൂർ ഈ കഥ പറയുമ്പോൾ ഞാൻ വളരെ ഗൗരവം പിടിച്ച് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ വ്യാസൻ്റെ ഓരോ വരികളിലും, ഭാഗവതത്തിൻ്റെ ഓരോ വരികളിലും വേദാന്തത്തിൻ്റെ അർത്ഥം ഒളിഞ്ഞു കിടക്കുന്നു, ഭഗവാന്റെ ചൈതന്യം ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ള ബോധ്യം പലപ്പോഴും ഭാഗവത ഗ്രന്ഥത്തെ മുന്നിലിരിക്കുമ്പോൾ എന്നെ ആവശ്യത്തിലധികം ഗൗരവക്കാരനാക്കി മാറ്റാറുണ്ട്. അത് പൊറുക്കുക, ഈ വിരസത പൊറുക്കുക. നമുക്കെല്ലാവർക്കും ഭഗവാന്റെ ഈ ഒരു ലീലകളെ അനുസ്മരിച്ചുകൊണ്ട് ഭാഗവതത്തിൻ്റെ പദപദാർത്ഥങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ നിഗൂഢതകളെ അറിയാൻ സാധിക്കട്ടെ, ഭഗവാനെ അറിഞ്ഞ് ഭജിക്കാനും അതുകൊണ്ട് എല്ലാ ജീവിത ഐശ്വര്യങ്ങളെ നേടാനും അതോടൊപ്പം പൂർണ്ണ ഭക്തിയെ പ്രാപിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.